സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഓഡിബിൾ ആണോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ മക്കളെ? ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓഡിബിൾ ആണോ? എന്താ പറ്റിയെന്ന് അറിയില്ല, അതങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നുണ്ടായിരുന്നു. ഹലോ, കേക്കുന്നില്ലേ? ക്ലിയർ ആണോ? ഫൈൻ, ഓക്കെ, റെഡി. അപ്പൊ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാനായിട്ടുള്ള 30 ദിവസം ചെയ്യാനുള്ള 30 കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നതെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സിനെ എങ്ങനെ മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ മനസ്സിനെ മാറ്റാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ മനസ്സിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാന്നുള്ള കാര്യം? ഇപ്പോൾ നമുക്ക് ഒരാളുടെ അടുത്ത്, ഒരു വ്യക്തിയിൽ, ഇത് നമ്മൾ കൂടുതലും എക്സാമ്പിൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമുക്ക് ഒരു വ്യക്തിയുടെ അടുത്ത് ഭയങ്കരമായിട്ട് ഒരു ക്രഷ് ഉണ്ടെന്ന് വിചാരിച്ചു, ഭയങ്കരമായിട്ട് നമുക്ക് അയാളില്ലാതെ പറ്റില്ല എന്ന് തോന്നുന്ന അത്രയും ഇഷ്ടം നമുക്ക് ഒരാളുടെ അടുത്ത് തോന്നിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്കറിയാം, നമുക്ക് ആ ഒരു ഇഷ്ടം കൊണ്ട് ഒരു റോങ് പേഴ്സൺ ആണ്, അല്ലെങ്കിൽ ആ ഒരു ഇപ്പം നമ്മുടെ റിലേറ്റീവ്സിലൊക്കെ ഉണ്ടാവില്ല, നമുക്ക് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് തോന്നുന്ന അല്ലെങ്കിൽ ഭയങ്കര സ്നേഹം തോന്നുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. പക്ഷെ അവരുടെ ഒരു ക്യാരക്ടറിനെ സംബന്ധിച്ചുള്ള ഇത്തിരി സ്ത്രീകൾക്ക് സ്ത്രീകളോട് ഉണ്ടാകുന്ന ഒരു പൊസസീവ്നെസ്, ഇഷ്ടക്കുറവ്, അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ കൊണ്ടു നടക്കുന്ന ഒരാളായിരിക്കും. പക്ഷെ നമുക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് നമുക്കറിയാം അവർക്ക് നമ്മളതിനെ വലിയ താല്പര്യമൊന്നുമില്ല, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ പേരിൽ സങ്കടം ഉണ്ടാവും. അത് ഇത് തന്നെ ആയിക്കൊള്ളണം എന്നില്ല അല്ലേ. ചിലപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ എന്നൊക്കെ കിട്ടുന്ന വല്ല ഫ്രണ്ട്സ് ആയിരിക്കാം. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഇങ്ങോട്ടേക്ക് വന്ന് നമ്മുടെ അയൽവക്കത്തുനിന്നോ മറ്റുള്ളതെന്നോ വന്നിട്ട് നമ്മളെ അടുത്ത് പെരുമാറുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ ഇവരോട് നമുക്കൊരു ഇഷ്ടം, ഒരു അറ്റാച്ച്മെൻ്റ് ഒക്കെ തോന്നിക്കഴിയുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഇത് റോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ റോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നമുക്ക് എങ്ങനെ പുറത്തു വരാൻ പറ്റും? ഇനി അതല്ലാന്നുണ്ടെങ്കിൽ മൊബൈൽ അഡിക്ഷൻ നോക്കാം, അല്ലെങ്കിൽ ചിലർക്ക് സിനിമയിലോട്ടുള്ളൊരു അഡിക്ഷൻ ആയിരിക്കും ഉണ്ടാവുക അല്ലേ. ഏത് സിനിമ ആണെങ്കിലും എപ്പോൾ വേണമെങ്കിലും അവർ കണ്ടുകൊണ്ടേയിരിക്കും, ഏത് നേരം സിനിമ കാണുക, അല്ലെങ്കിൽ ഏത് നേരം മൊബൈൽ യൂസ് ആക്കുക. ഇതൊക്കെ നമ്മളുടെ മനസ്സിൻ്റെ ചിന്തകളാണ്. കാരണം മനസ്സ് എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് എമോഷൻസ് നിറഞ്ഞ രീതിയിലാണ് മനസ്സ് ചിന്തിക്കുക. എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് അയാളില്ലാതെ പറ്റില്ല, എനിക്ക് അയാളോട് ഇപ്പോൾ സംസാരിക്കണം, എനിക്ക് അയാളെ ഇപ്പോൾ കാണണം, എനിക്ക് ആ ചോക്ലേറ്റ് ഇപ്പോൾ കഴിക്കണം, എനിക്ക് ആ ഒരു ഫുഡ് ഭയങ്കര ക്രേവിങ്സ് ഉള്ളതാണ്, അപ്പോൾ എനിക്ക് ആ ഫുഡ് ഇപ്പോൾ കഴിച്ചേ പറ്റുള്ളൂ. അങ്ങനത്തെ രീതിയിലാണ് നമ്മുടെ മനസ്സ് ചിന്തിക്കുക എന്ന് പറയുന്നത്, അല്ലേ? റൈറ്റ് ഓർ റോങ്? ആണ്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, മനസ്സിൻ്റെ ചിന്തകളെ നമ്മൾ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക? നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നമ്മുടെ മനസ്സിൻ്റെ ചിന്തകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഐഡിയാസ് എന്തെങ്കിലും ഉണ്ടോ? ഇങ്ങോട്ട് പോരട്ടെ. എനിബഡി? ഫബി? ജേണൽ എഴുതുക. അതാരാ പറഞ്ഞേ? മ്യൂട്ട് മാറ്റിയേ കാണാനില്ല, സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ. റംഷിയാണോ പറഞ്ഞേ? ഓക്കെ, റംഷി മ്യൂട്ട് മാറ്റാണ്ട് തന്നെ സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? അത് കൊള്ളാലോ. ഓക്കെ, ഫബി. വേറെ ആള് ഹനി, എന്ത് ചെയ്യാൻ പറ്റും വേറെ? ഇപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം തെറ്റാണ്, നമുക്ക് നമ്മുടെ മനസ്സിനെ തന്നെ ഇങ്ങനെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക, വിശ്വസിപ്പിക്കുക. നമ്മൾക്കൊരു കാര്യം അത് നമുക്ക് കറക്റ്റ് അല്ല, അതുകൊണ്ട് നമുക്ക് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തെങ്കിലും ഡിമെറിറ്റ്സ് ആണ് ഉണ്ടാവുന്നതെന്നൊക്കെ നമുക്ക് നമ്മളെ മനസ്സിനെ തന്നെ പറഞ്ഞ് വിശ്വസിച്ചാല് അത് ഏകദേശമൊക്കെ ക്ലിയർ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അടുത്ത ആള് ജസ്ന. വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? എന്താ മോളെ? ഓക്കെ, ഫൈൻ. ഫബിയുടെ മനസ്സിലേക്ക് എന്തെങ്കിലും വരുന്നുണ്ടോ? എന്ത് ചെയ്താൽ നമുക്ക് നമ്മുടെ മനസ്സിനെ മാറ്റാൻ പറ്റും, നമ്മുടെ ഈ ഒരു അഡിക്ഷൻ കുറയ്ക്കാനായിട്ട് പറ്റും? അത് ആളുകളിലോട്ടുള്ളതായിക്കോട്ടെ, ഫുഡിലോട്ടുള്ളതായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹാബിറ്റ് ആയിക്കോട്ടെ, അത് നമുക്ക് മാറ്റിയെടുക്കണം. നമ്മുടെ മനസ്സിൻ്റെ ചിന്തേനെ നമുക്ക് മാറ്റിയെടുക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ നമുക്ക് മാറ്റാൻ പറ്റും? ഫബി അവിടെ ഉണ്ടോ? ഫബി അതോ പോയിക്കണോ? ഫാത്തിമാക്ക് പറയും, എന്തേലും ഉണ്ടോ? എന്ത് ചെയ്താ പറ്റും? ആയിക്കോട്ടെ, ശരി. ഫാത്തിമാക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലേ? ഞാൻ ഹനി പറഞ്ഞ പോലെ മനസ്സിന് നിരന്തരമായിട്ട് നമ്മള് അത് തെറ്റാണെന്നുള്ളത് പ്രഷർ ചെയ്ത് കഴിഞ്ഞാല് മാറ്റാൻ കഴിയുമായിരിക്കും എന്നുള്ള. ഓക്കെ,
ഓക്കെ ഓക്കെ ഞാൻ ചോദിച്ചതിൽ ആർക്കും ധാരണ കുറവൊന്നുമില്ല, എല്ലാവരും ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രാക്ടിക്കലി പോസിബിൾ ആക്കുന്ന ഒരു കാര്യം അല്ലേ, ഇപ്പോൾ നമ്മൾക്ക് കള്ളു കുടിക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കും അറിയാം കള്ളു കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഉണ്ടാകാൻ പോകുന്നതെന്നുള്ളത് ഈ കള്ളു കുടിക്കുന്ന എല്ലാവർക്കും അറിയാം. കഞ്ചാവ് വലിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, ഇവർക്കൊക്കെ ഇതൊക്കെ അറിയാം അല്ലേ. അതേപോലെ തന്നെയാണ് നമ്മൾ സ്ത്രീകൾ പലപ്പോഴും നമ്മുടെ ഫോൺ അഡിക്ഷൻ ആയിക്കോട്ടെ, നമുക്കറിയാം ഫോണിൽ നമ്മൾ ഇരിക്കുന്ന കാരണം കൊണ്ട് നമ്മുടെ പണികളൊന്നും നടക്കുന്നില്ല, എൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസം വരുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കുട്ടികളുടെ കാര്യം എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് തന്നെ അറിയാം. പക്ഷെ ഇത് നമ്മൾ നമ്മളോട് തന്നെ പറയുന്നുണ്ട്, പക്ഷെ എന്നിട്ടും നമുക്കത് ചേഞ്ച് ആക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് ആക്കാൻ പറ്റാത്ത ഗതിയിൽ നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് എടുത്തിട്ടുള്ള ആൾക്കാരാണ് അല്ലേ നമ്മളൊക്കെ. നമ്മൾ പലരും മറ്റേ കൗൺസിലിംഗ് ആയിട്ടും ഈ പറയുന്ന എന്താ പറയുക മെൻറ്ററിങ്ങിൻ്റെ ആൾക്കാരെ ചൂസ് ചെയ്തിട്ടും ഒക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ നമ്മുടെ ലൈഫിനെ മാറ്റിക്കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുള്ള ആൾക്കാരാണ്. പല തരത്തിൽ നമ്മളെ പല വീക്ക്നെസ്സിനെയും പലതരത്തിൽ നമ്മൾ ടാക്കിൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. എങ്ങനെയാണ് നമ്മുടെ വീക്ക്നെസ്സിനെ, നമ്മുടെ മനസ്സിനെ ഓവർകം ചെയ്യാന്ന് ചോദിച്ചാൽ നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് അറിവുകൾ ലോജിക്കലി നമ്മളതിനെ ഹാൻഡിൽ ചെയ്യുന്നതാണ് നമ്മുടെ ബുദ്ധി. ബുദ്ധിയും മനസ്സും രണ്ട് സാധനങ്ങളാണ്. അതായത് ബുദ്ധി എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന എന്താണ്, നമ്മുടെ ഫ്യൂച്ചറാണ്. ഫ്യൂച്ചറിൽ എനിക്കത് നല്ലതായിരിക്കുമോ, ഇപ്പം ഞാൻ ഡ്രിങ്ക്സ് കഴിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് ഫ്യൂച്ചറിൽ നല്ലതായിരിക്കുമോ, അല്ലെങ്കിൽ ഈ സമയം ഞാനിപ്പോൾ സിനിമ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണെങ്കിൽ ഇതുകൊണ്ട് എനിക്ക് എന്താണ് നേട്ടം കിട്ടുന്നത്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ മൊബൈൽ മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതുകൊണ്ട് എനിക്ക് എന്ത് നേട്ടമാണ് കിട്ടുന്നത്. ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ബുദ്ധി നമ്മളതിനെ അളക്കുന്നുണ്ടാവുക. ഓക്കെ, നമ്മുടെ മനസ്സ് നമ്മളതിനെ അളക്കുന്നത് ഫുള്ള് നമ്മുടെ എമോഷൻസിലാണ്. എനിക്ക് ഭയങ്കര കണക്ഷനാണ്, എനിക്കതുണ്ടെങ്കിലേ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റൂ, എനിക്ക് ഇത്തിരി നേരം മൊബൈൽ നോക്കിയാലേ സന്തോഷം കിട്ടുള്ളത്, എൻ്റെ ഹാപ്പിനെസ് ആണ്, ചെയ്യുന്ന ഇങ്ങനെ നമ്മുടെ ബുദ്ധി നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നമ്മുടെ മനസ്സ് നമ്മളോട് പറയും അത് ശരിയല്ല, അത് നിൻ്റെ കപ്പ് ഓഫ് ടീ അല്ല, ദാറ്റ് ഈസ് നോട്ട് ഫോർ യു, അത് നീ ചെയ്യേണ്ടതല്ല, അത് നീ ചെയ്താൽ ഇങ്ങനെ കാര്യങ്ങൾ നിനക്ക് വരും. ആ ഒരു രീതിയിൽ നമ്മുടെ മനസ്സ് നമ്മളതിനെ പറയാൻ വേണ്ടിയിട്ട് പ്രാപ്തരാക്കുക എന്ന് പറയും അല്ലേ. നമ്മുടെ മനസ്സ് നമ്മളോട് ഇങ്ങനെ തുടരെ അതായത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മൾ ഡെലിബറേറ്റ്ലി നമ്മുടെ മനസ്സിനോട് ഇങ്ങനെ ചെയ്യരുത് എന്ന് ഇങ്ങനെ നമ്മൾ മനഃപൂർവ്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം നമ്മൾ പോലും അറിയാതെ നമുക്ക് ആ ഒരു കാര്യം ചെയ്യാൻ തോന്നുമ്പോൾ തന്നെ നമ്മുടെ ബുദ്ധി നമ്മളതിനെ തടയുന്ന ഒരവസ്ഥ ഉണ്ടാക്കണം. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക, അതായത് നമ്മൾ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ബുദ്ധി നമ്മളതിനെ തടയുന്ന ഒരു സാഹചര്യം, അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. നമ്മുടെ അറിവ് വർദ്ധിപ്പിച്ചാൽ മതി അല്ലേ. നമ്മളതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക. അപ്പോൾ സിനിമ കണ്ട് എനിക്ക് സിനിമ കാണാതെ ഒരു മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റില്ല. ഒരു ഇത്തിരി സമയം കിട്ടി അപ്പോൾ പോയിട്ട് ഏതെങ്കിലും ഒരു സിനിമ കാണാം. ചിലർക്ക് ഈ സീരിയലുകളോട് ഉണ്ടാവില്ല ഒരു അഡിക്ഷൻ. നമ്മുടെ ഈ വീട്ടിലൊക്കെ ചുമ്മാ ഇരിക്കുന്ന പണ്ടത്തെ ഉമ്മമ്മമാർ ഒക്കെ ഉള്ളവർ ശ്രദ്ധിച്ചാൽ മതി. ഞങ്ങളുടെ ഇവിടെയൊക്കെ ഉണ്ട് കുറേ ആൾക്കാർ അങ്ങനെ. രാത്രി ഒരു സീരിയൽ കണ്ടിട്ടുണ്ടാവും, അതേ സീരിയൽ രാവിലെ ഒരു റിപ്പീറ്റ് കാണിക്കുമല്ലോ, ആ സമയത്ത് കാണും. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് മറ്റേ ആ ഒരു സീരിയലുണ്ട്, അപ്പം അത് കാണും. നമുക്കിങ്ങനെ കേൾക്കാൻ പറ്റും അവരുടെ വീട്ടിൽ നിന്ന് ഒരേ സീരിയൽ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തും ആ സൗണ്ട് ഇങ്ങനെ നമുക്ക് കേൾക്കാൻ പറ്റും. ഇവർ ആകെ ഒരാളോ രണ്ടാളൊക്കെയുള്ള വീട്ടിൽ നിന്നാണ് ഇത് കേട്ടോണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും അവരത് റിപ്പീറ്റഡ്ലി കണ്ടുകൊണ്ടിരിക്കുക, കണ്ട അതേ സീനാണ് കാണുന്നത്, കണ്ട അതേ സിനിമയാണ് കാണുന്നത്, പക്ഷെ ഇത് റിപ്പീറ്റ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുക. ഇതേ സാധനമാണ് നമുക്ക് ചില വ്യക്തികളിലുണ്ടാവുക അല്ലേ. അതായത് നമ്മളെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും. രാത്രി നമ്മളെ ചീത്ത വിളിച്ചിട്ടുണ്ടാവുള്ളൂ, രാവിലെ നമ്മൾ തന്നെ വീണ്ടും സോറി പറഞ്ഞ് അവരെ പിന്നാലെ പോയിട്ടുണ്ടാവും. ഉച്ച കഴിയുമ്പോഴേക്കും അവർ വീണ്ടും നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടാവും, വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മൾ വീണ്ടും അവരുടെ പുറകെ പോയിട്ടുണ്ടാവും. അത്തരത്തിൽ അതായത് നമുക്ക് അവരോട് സംസാരിക്കാതെ ഇരിക്കാനേ പറ്റുന്നില്ല. അവർ നമ്മളെ എങ്ങനെ ഹേർട്ട് ചെയ്താലും കുഴപ്പമില്ല, എനിക്ക് അവരോട് സംസാരിക്കാതെ ഇരിക്കാനേ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മാറ്റാൻ പറ്റുക. നമ്മുടെ ബുദ്ധി പറയുന്നുണ്ട് ഐഷ നീ പോയി മിണ്ടണ്ട, അല്ലെങ്കിൽ ഐഷ നീ ഫോൺ എടുക്കണ്ട, അത് ശരിയല്ല, നീ ചെയ്യണ്ട എന്നൊക്കെ എൻ്റെ ബുദ്ധി എന്നോട് പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ ബുദ്ധിയെ ഓവർകം ചെയ്തിട്ടാണ് എന്ത് പോകുന്നത്, എൻ്റെ മനസ്സ് പോകുന്നത്. എനിക്കിപ്പോൾ അതില്ല, അത് എനിക്ക് പറ്റില്ല, എനിക്കിപ്പോഴത്തെ സന്തോഷമാണ് വലുതെന്ന് പറഞ്ഞിട്ട് എൻ്റെ മനസ്സ് പോയിട്ട് ആ മൊബൈൽ എടുക്കുകയാണ്. ആ ഒരു സിറ്റുവേഷൻ, അതായത് ഞാൻ എത്ര അങ്ങോട്ട് എനിക്കറിയാം ഇത് ചെയ്താൽ ഇത് തെറ്റാണ്, ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇത് പോസിറ്റീവ് അല്ല, അത് നെഗറ്റീവാണ്, എൻ്റെ ലൈഫിൽ നല്ലതൊന്നും സംഭവിക്കില്ല എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ എന്നാലും ഞാൻ പോയിട്ട് അതേ എടുക്കുള്ളൂ. നമ്മൾ പറയില്ല ചില കുട്ടികളുടെ കയ്യിൽ നിന്ന് നമ്മളൊരു കളിപ്പാട്ട വാങ്ങിച്ച് വെക്കുന്ന ഒരു സാധനം, ഒരു രീതി ഉണ്ടല്ലോ അല്ലേ, അത് അത് വരെ ഇങ്ങനെ പിടിച്ച് പറിച്ച് വാങ്ങിച്ച് വെക്കുന്നോറും അവർ അലറി കരഞ്ഞുകൊണ്ടിരിക്കും. ആ ഒരു രീതി നമ്മൾ എങ്ങനെ റീപ്ലേസ് ചെയ്യും? അതിന് നമുക്ക് ആദ്യം ആ കുഞ്ഞിൻ്റെ അവസ്ഥ അറിയണം അല്ലേ. നമ്മുടെ മനസ്സൊരു കുട്ടിയായിട്ട് തന്നെ നമ്മൾ സങ്കല്പിക്കാം. നമ്മുടെ വീട്ടിലൊരു കുട്ടിയുണ്ട്, ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് നിങ്ങളൊരു കളിപ്പാട്ടം വാങ്ങിക്കുകയാണ്, ഒരു കത്തി എടുത്തിട്ട് കളിക്കണമെന്ന് വിചാരിച്ചോ, കുട്ടിയുടെ കൈ മുറിയല്ലേ, അത് കത്തിയാണ്, അത് അപകടം സംഭവിക്കുന്ന ഒരു കാര്യമാണ്, അപ്പോൾ കൈ മുറിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ആ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് ആ കത്തി വാങ്ങിച്ചു വയ്ക്കുക? എങ്ങനെയാണ് വാങ്ങിച്ചിരിക്കുക? ഹനിയാണെങ്കിൽ എങ്ങനെ ഹനിയുടെ മോളുടെ കയ്യിൽ നിന്ന് കത്തി വാങ്ങിച്ചു വയ്ക്കും? ബെസ്റ്റ് എക്സാമ്പിൾ അവിടെ നിന്ന് പോരുമെന്ന് വിചാരിക്കണോ ചോദിക്കുന്നത്, പറയൂ ഹനി.
ഞാനാണെങ്കിൽ പറഞ്ഞു കൊടുക്കും. കത്തി കയ്യിൽ തട്ടിയാല് മുറിയും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പൊ കുഞ്ഞ് തരും. ഇല്ല. ഓക്കെ, അടുത്ത ആള്. വേറെ ആളാണെങ്കിൽ അവരുടെ ശ്രദ്ധ മാറ്റിയാണ്ട് ആക്കിക്കൂടെ? അതാണ് കാര്യം. ഇപ്പൊ നമ്മുടെ മക്കള്, ഒരു കുഞ്ഞു കുട്ടി ഭയങ്കരമായിട്ട് കത്തിയൊക്കെ എടുത്ത് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പൊന്നോ അത് കൈ മുറിയോ എന്ന് പറഞ്ഞാലും ചിലപ്പോൾ തരൂല. ചിലപ്പോൾ മുന്നേ എപ്പോഴെങ്കിലൊക്കെ കൈ മുറിഞ്ഞിട്ടുണ്ടാവും. എന്നാലും വീണ്ടും ആ കുഞ്ഞ് ആ കത്തി എടുക്കും അല്ലേ. കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിനെ കത്തി എന്താ പറയുക എടുത്ത് കളിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പോൾ കൈ മുറിഞ്ഞാലും അത് അവർക്കൊരു വിഷയമല്ല. അവർ പണ്ട് മുറിഞ്ഞൊക്കെ മറന്നേ പോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ എന്താ ചെയ്യുക? ആ ശ്രദ്ധ മാറ്റാനായിട്ട് അവർക്ക് വേണ്ടപ്പെട്ട ഒരു ടോയോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ചോക്ലേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം അവർക്ക് ഇഷ്ടപ്പെട്ടത്, എന്നാൽ അത്ര അവർക്ക് കത്തി പോലെ ഹാംഫുൾ അല്ലാത്ത എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് കുട്ടിയുടെ കയ്യിൽ നിന്ന് ആ കത്തി വാങ്ങിച്ച്, ആ കത്തി കുഞ്ഞ് നമ്മുടെ കയ്യിൽ തന്നത് പോലും കുഞ്ഞ് അറിഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ. കളിച്ച് ചിരിച്ച് അങ്ങനെ. ഇപ്പം നമ്മുടെ മക്കൾ ഫുഡ് കഴിക്കാത്ത മക്കളാണെന്നുണ്ടെങ്കിൽ ചില ഉമ്മമാരെന്താ കേട്ടാ പിടിച്ച് നിർത്തി തിന്നടി പറഞ്ഞ് ഭീഷണിപ്പെടുത്തി, എന്താ പറയുക, പോക്കാച്ചി വരും, അത് ചെയ്യും ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ തല്ലി ചീത്ത പറഞ്ഞ്, എന്നിട്ട് കുഞ്ഞു കുട്ടികളെയൊക്കെ തിരികെ തീറ്റിക്കും അല്ലേ. പക്ഷെ അത് തന്നെ ചില ഉമ്മമാരെന്താ ചെയ്യുക, കുഞ്ഞുങ്ങളെ അങ്ങോട്ട് കളിക്കാൻ വിടും അല്ലേ. ഇവർ കളിക്കുന്നതിൻ്റെ ഇടയിൽ 1 മണിക്കൂറോ അരമണിക്കൂറോ സ്പെൻഡ് ചെയ്തിട്ടാണെങ്കിലും കുറേ കഥ പറഞ്ഞു കൊടുത്ത് കളിച്ച് കഴിഞ്ഞ് കുട്ടികൾ ഭക്ഷണം കഴിച്ചതേ അറിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനത്തെ രീതിയിൽ മക്കളെ കൊണ്ട് ഫുഡ് കഴിപ്പിക്കും. കഥയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഭക്ഷണം കഴിപ്പിക്കും അല്ലേ. ഈ ഒരു ജനറേഷനിൽ ശരിക്കും റോൾ മോഡൽ ആക്കാൻ പറ്റുന്ന രീതിയിൽ, അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്ന രീതിയിൽ ഫുഡ് കൊടുക്കുന്നത് കാണാറുണ്ട്. ഞാൻ പേളിമണിയുടെ ഷോർട്സ് ചില സമയത്ത് സ്വൈപ്പ് ചെയ്യുമ്പോൾ കാണാറുണ്ട്. ആ നില എന്നല്ലേ കുട്ടിയുടെ പേര്, ആ കുട്ടിക്ക് ഫുഡ് കൊടുക്കുന്നത് കാണാൻ നല്ലൊരു പ്രത്യേക രസമാണ്. ഇങ്ങനെ ഓരോ സ്റ്റോറി പറഞ്ഞ് കുഞ്ഞിന് ഫുഡ് കൊടുക്കും. കുഞ്ഞ് ഫുഡ് കഴിക്കുന്ന ആ കുട്ടി എടുക്കുന്നതിന് മുന്നേ നിലു ഫുഡ് കഴിക്കാൻ വരുമെന്ന് പറയുമ്പോൾ തന്നെ കുട്ടി പറയും വേണ്ട, അല്ലെങ്കിൽ ഇല്ല, അങ്ങനെ പറയും. ആ ഇല്ല എന്ന് പറഞ്ഞ കുട്ടി അത് ഭക്ഷണം കഴിച്ചത് എങ്ങനെയാണെന്ന് പോലും അറിയാത്ത രീതിയിൽ ആ കുട്ടിക്ക് ഫുഡ് കൊടുക്കും. അതെങ്ങനെയാണ് നമുക്ക് അത്രമാത്രം അഡിക്ഷൻ ഉള്ള ഒരു കാര്യം നമ്മൾ ഡീൽ ചെയ്യാൻ പോവാണ് അല്ലേ. അതായത് എൻ്റെ കുട്ടി അത് എത്ര വികൃതിയാണ് അല്ലെങ്കിൽ എത്ര ഞാൻ പറഞ്ഞാൽ കേൾക്കാത്തതാണെന്നുള്ള ഒരു പൂർണ്ണ ധാരണ എനിക്കുണ്ടെങ്കിൽ എനിക്ക് ഈസിയാണ് അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അല്ലേ. അപ്പം എൻ്റെ മനസ്സ് ഇത് ഇന്ന പ്രശ്നങ്ങൾ എൻ്റെ മനസ്സിൽ, നമുക്ക് ഒരാളോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത കുറേ പ്രോബ്ലംസ് നമ്മുടെ മനസ്സിനുണ്ടാവും അല്ലേ. അപ്പോൾ ഇന്ന പ്രശ്നങ്ങളൊക്കെ എൻ്റെ മനസ്സിനുണ്ട്. അപ്പോൾ ഇത് ഞാൻ സോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സ് ഏത് ടൈപ്പാണെന്ന് എനിക്കറിയണം. അതായത് ഞാൻ എത്ര പറഞ്ഞാലും കേൾക്കാത്ത ഒരു കുരുത്തക്കേട് പിടിച്ച കുട്ടിയാണ് എൻ്റെ മനസ്സെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം ഞാനൊരു വീക്ക് ബുദ്ധിക്ക്, അതായത് വീക്കായിട്ടുള്ള എൻ്റെ ഇൻ്റലക്ച്വൽ പവർ എന്ന് പറയുന്നത് ഭയങ്കര വീക്കാണ്. കാരണം എൻ്റെ മനസ്സാണ് എന്നെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ശരിക്കും നമ്മുടെ മനസ്സല്ല നമ്മളതിനെ കൺട്രോൾ ചെയ്യേണ്ടത്, നമ്മളാണ് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യേണ്ടത്. അതിൻ്റെ പേരിൽ നമുക്ക് ഇത്തിരി സങ്കടം വന്നോട്ടെ, ഇത്തിരി എന്താ പറയുക, നമ്മളൊരു കാര്യമില്ലാണ്ട് സങ്കടപ്പെടണമെങ്കിൽ പെട്ടോട്ടെ. ഇതുകൊണ്ട് ഇപ്പോൾ നീ ഇപ്പോൾ സങ്കടപ്പെട്ടാലും കുഴപ്പമില്ല. എനിക്ക് ആ ഫോൺ എടുക്കണം തോന്നുകയാണെങ്കിൽ തോന്നിക്കോട്ടെ, നീ അവിടെ കടന്ന് കയറ് പൊട്ടിച്ചാലും ഞാൻ ആ ഫോൺ എടുക്കില്ല. അങ്ങനെ നമ്മുടെ മനസ്സിനെ വേറൊരു വ്യക്തിയായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് നമ്മുടെ നെഗറ്റീവ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇത് കുറച്ച് കാലം കൊണ്ട് നടക്കുന്ന കാര്യമായിട്ട് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലേ. കാരണം 1-2 ദിവസം കൊണ്ട് നമുക്കിതൊരിക്കലും നമ്മുടെ ലൈഫിൽ പോസിബിൾ ആവില്ല. ഫെയിലിയേഴ്സ് ഉണ്ടാവും, വീണ്ടും അറ്റംപ്റ്റ് ചെയ്യുക, വീണ്ടും ഫെയിലിയേഴ്സ് ഉണ്ടാവും, വീണ്ടും അറ്റംപ്റ്റ് ചെയ്യുക. കുറച്ച് കാലം കഴിയുമ്പം നമ്മൾ ഓരോ കാര്യം ചേഞ്ച് ആക്കിയിട്ടുണ്ടാവും. നമ്മൾ ചേഞ്ച് ആക്കുന്ന കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ നോട്ടീസ് ചെയ്ത് എഴുതി വയ്ക്കുക. ഞാൻ ഈ കാര്യം ചേഞ്ച് ആക്കി. അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചേഞ്ച് ആക്കാൻ പറ്റാത്ത, ഇതുവരെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ, എനിക്ക് ചേഞ്ച് ആക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും നമ്മൾ നോട്ടീസ് ചെയ്യുന്നുണ്ടാവും. എനിക്ക് 5 വക്ത് നിസ്കരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് നിസ്കരിക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ നിസ്കാരത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ മനസ്സ് പല സാധനങ്ങളും കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കുറേ ചിന്തകൾ, അതായത് എന്താണോ പറ്റാത്തത് അതാണ് നമ്മൾ ഇതുവരെ നോട്ടീസ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ നാളെ മുതൽ നമ്മൾ നോട്ടീസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ് എനിക്ക് പറ്റിയത്, ഞാൻ എന്താണ് എൻ്റെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് എനിക്ക് പറ്റിയത്. മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കയറെടുത്ത് കെട്ടിയിടുക എന്നുള്ളതല്ല, മനസ്സിൻ്റെ വഴിക്ക് അഴിച്ചു വിട്ടിട്ടാണ് നമ്മളെ നിയന്ത്രിക്കണത് അല്ലേ. അപ്പം മനസ്സ് അതിൻ്റെ രീതിക്ക് ഇഷ്ടത്തിന് സങ്കടപ്പെട്ടോട്ടെ കുഴപ്പമില്ല, മനസ്സ് അതിൻ്റെ രീതിക്ക് വാശി പിടിച്ചോട്ടെ കുഴപ്പമില്ല. അതായത് ഇപ്പം ഒരു ഷുഗർ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം മനസ്സ് ഭയങ്കരമായിട്ട് കയറിട്ട് പൊട്ടിക്കില്ല. നമ്മൾ കണ്ടിട്ടില്ല, ഒരു അറ്റാക്കിന് ശേഷമൊക്കെ ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് ഡ്രിങ്ക്സ് കഴിക്കാതാവും, സിഗരറ്റ് വലിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് സിഗരറ്റ് വലിക്കാതാവും. എന്തുകൊണ്ട്? അതുവരെ അവരുടെ കുടുംബക്കാരൊക്കെ 4 പുറം നിന്നിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ടാവും, മോനെ വലിക്കല്ലേ, അതാക്കല്ലേ, ഇതാക്കല്ലേ. പക്ഷെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും ഇനി ഒരു തുള്ളി തൊട്ടാൽ വീട്ടിൻ്റെ അപ്പുറത്തൊരു കുഴി വെട്ടുന്നതാണ് നല്ലതെന്ന്. അത് പറഞ്ഞു കൊടുത്ത് ആ സെക്കൻഡ് മുതൽക്ക് അവരെന്ത് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അല്ലെങ്കിൽ പറയും ഇനി ഒരു തുള്ളി തൊട്ടാൽ പള്ളിക്കാട്ടിലുള്ള കബറ് ബുക്ക് ചെയ്ത് വെച്ചോളി എന്ന് പറയും ഡോക്ടർമാർ അല്ലേ. അങ്ങനെ പറഞ്ഞാൽ
പിന്നെ അടുത്ത സെക്കൻഡ് മുതൽ അവർ നന്നായി. പിന്നെ അവരെ ഡ്രിങ്ക്സ് തൊടില്ല. അവർക്ക് ഒരുപാട് ടെംപ്റ്റേഷൻ ഉണ്ടാവും. ഇവരുടെ മനസ്സ് കയറ് പൊട്ടിക്കുന്ന പോലെ പൊട്ടിക്കും. വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാവും, ദേഷ്യം വരും, സങ്കടം വരും. ഇതെന്ത് വന്നാലും ഇവരുടെ ബുദ്ധി എന്ത് ചെയ്യുന്നുണ്ട്? സ്പോർട്ട്ലി റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. കാരണം അതെന്താണ്? തിരുത്താൻ വേണ്ടി വേറൊരു അവസരം അവിടെ ഇല്ല. ഇത് കുടിച്ചു കഴിഞ്ഞാൽ ആള് പടമായി. സോ അത് ഡു ഓർ ഡൈ ആണ്. ഒന്നല്ലെങ്കിൽ അയാൾക്ക് ആ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ അനുസരിക്കാം, അതല്ലെങ്കിൽ പോയി മരിക്കാം. അപ്പോൾ ഈ ഒരു സാഹചര്യം വരുന്ന സമയത്ത് നമ്മൾ പിന്തിരിഞ്ഞു വരും. അപ്പം നമ്മൾ ഓരോ കാര്യത്തെയും മനസ്സിനെ നമ്മൾ പ്രഷർ എടുക്കാതിരിക്കുക. അതായത് എൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് എന്താ പറയുക, ഞാൻ ഒരുപാട് ഡിപ്രസ്ഡ് ആണ്, അങ്ങനെയല്ല. നമുക്ക് വല്ലപ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാം, അല്ലേ? നമുക്ക് ഒട്ടും ഉപദ്രവം ആവാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാം. അല്ലാതെ നമ്മുടെ മനസ്സ് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒരു രീതിയിൽ ഉണ്ടാവരുത്. നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിച്ച എന്താണ് പ്രശ്നം? എന്തൊരു ഗുണം? നമ്മുടെ ശരീരവും നമ്മൾ ഹാപ്പിയാണ്. ഇപ്പോൾ സൈക്കോളജിക്കലി നമ്മുടെ പറയുന്ന ഒരു കാര്യമാണ്. അതായത് കുട്ടികളിൽ 70% മാത്രമേ മക്കൾ ചോദിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. 30% കാര്യങ്ങൾ നമ്മൾ നോ പറയണം എന്നാണ്. ഇഫ് യു ആർ ഏബിൾ, നമ്മൾ ഓക്കെയാണ്, നമ്മുടെ മക്കൾക്ക് എന്തും വാങ്ങിച്ചു കൊടുക്കാൻ capable ആണ്. അവരെ എമോഷണൽ നീഡ്സ് ആയിക്കോട്ടെ, ഫിസിക്കൽ നീഡ്സ് ആയിക്കോട്ടെ, എല്ലാം നടത്തി കൊടുക്കാൻ നമ്മൾ capable ആണ്. പക്ഷേ നമ്മൾ അത് എല്ലാത്തിനും ഈവൻ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ വന്നിട്ട് ഉമ്മ വയ്ക്കുകയാണെങ്കിൽ പോലും നമ്മൾ ബിസി ഷെഡ്യൂളിലാണെങ്കിൽ പൊന്നു സ്നേഹത്തോടെ പറയണം കേട്ടോ. നോ എന്ന് പറയാൻ നമ്മൾ തയ്യാറാവുക. പൊന്നു ഞാനിപ്പോൾ ഇത്തിരി ബിസിയാണ്, കുറച്ച് കഴിഞ്ഞിട്ട് പൊന്നൂടെ ഇവിടെ വന്നിട്ട് ഉമ്മ വയ്ക്കാം എന്നുള്ളൊരവസ്ഥയിലോട്ട് നമ്മൾ പറയാം. ഗ്യാസ് മണക്കുന്നുണ്ടല്ലോ, നന്നാണ്ട് സ്മെല്ല് വരുന്നു. ഓക്കെ, അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ നമ്മുടെ മക്കളോട് പറയാം. അതായത് കുറച്ച് സമയം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ടുന്ന ആ ഒരു ഹഗ് ആയിക്കോട്ടെ, കിസ് ആയിക്കോട്ടെ, നമ്മൾ പോയി കൊടുക്കണം. പക്ഷെ എന്ത് ചെയ്യുക? അത് ഡിലേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഇവർ എമോഷണലി ഈ അറ്റാച്ച്ഡ് ആവുന്ന ആളുകളുടെ അടുത്താണെങ്കിലും അത് ഇത്തിരി ലേറ്റ് ആയിട്ട് കിട്ടിയാലും അവർ ഓക്കെ ആയിരിക്കും. ഞാൻ ആഗ്രഹിക്കുന്ന ഇപ്പം എനിക്ക് ആ ഹഗ് കിട്ടണം, ഇപ്പം എനിക്ക് ഉമ്മ കിട്ടണം, എനിക്ക് ഇപ്പം അയാളെ കാണണം എന്നുള്ളൊരവസ്ഥ അവർക്ക് ഫ്യൂച്ചറിൽ ആളുകളോടുള്ള അഡിക്ഷൻ കുറഞ്ഞു കിട്ടും. എന്നവർക്ക് സ്നേഹം ഉണ്ടാവും, അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, എല്ലാം വേണം താനും. പക്ഷെ ചോദിച്ചാൽ ഉടനെ അത് എന്ത് കൊടുക്കുന്നതോ, അത് ഇവൻ നമ്മൾ കൊടുക്കുന്ന സ്നേഹമാണെങ്കിൽ പോലും അവർ ചോദിച്ചാൽ, അവരത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കണം. പക്ഷെ ആ സ്പോട്ടിൽ നമ്മൾ കൊടുക്കാതിരിക്കുക. നമ്മൾ പറയാറുണ്ട് സ്പോട്ടിൽ കിട്ടിയാൽ അതിന് വാല്യൂ ഉള്ളൂ എന്നുള്ളത്. സ്പോട്ടിൽ നമ്മൾ കൊടുക്കണം, പക്ഷെ അത് എല്ലായ്പ്പോഴും കൊടുക്കരുത്. ഓക്കെ, രണ്ടും മക്കളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. അവർക്ക് സ്പോട്ടിൽ കൊടുത്ത് നമ്മൾ അവരെ സന്തോഷിപ്പിക്കുകയും വേണം, കുറച്ച് ടൈം എടുത്തു കൊടുത്തിട്ട് അവർക്ക് ആ ടൈമിൻ്റെ വാല്യൂ, ക്ഷമ, അത് പഠിപ്പിക്കുകയും വേണം. ഓക്കെ, അത് തന്നെയാണ് നമ്മൾ നമ്മുടെ മനസ്സിനോടും ചെയ്യേണ്ടത്. നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്ന സമയത്ത് മനസ്സാഗ്രഹിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ മനസ്സിന് കൊടുക്കണം. അതിനിപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ഹാങ് ഔട്ട് ആണെങ്കിൽ അതിന് നമ്മൾ വില്ലിങ് ആവണം. അതല്ല നമ്മുടെ മനസ്സ് ഒരു ജങ്ക് ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു മന്ത്ലി വൺസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെൽത്ത് അത് കോംപ്രമൈസ് ആവില്ല, ആരോഗ്യം കോംപ്രമൈസ് ആവില്ല. അപ്പോൾ നമുക്ക് മന്ത്ലി വൈസ് ഇത്തിരി കൊടുക്കാം. ഇനിയിപ്പോൾ ഭയങ്കര ഷുഗറായിട്ട് ബുദ്ധിമുട്ടുന്ന ആളാണ്, അയാൾക്ക് മധുരം കഴിക്കാനേ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരാൾ മധുരത്തിന് ഭയങ്കര ക്രേവിങ്സ് കാണിക്കുകയാണെങ്കിൽ ഒരു 2 മാസമൊക്കെ കൂടുന്ന സമയത്ത് ഒരിത്തിരി ഷുഗർ അയാൾക്ക് കൊടുത്തേക്കാം, മധുരമുള്ള എന്തെങ്കിലും ഒരു സാധനം അയാൾക്ക് കൊടുത്തേക്കാം. എങ്കിലും അയാൾക്ക് അയാളുടെ മനസ്സിനെ ഒന്ന് സംതൃപ്തിപ്പെടുത്താൻ പറ്റുന്നുണ്ടാവുള്ളൂ. അത് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാതിരിക്കുക. അത് മനസ്സിൻ്റെ കാര്യത്തിലും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലും അഡിക്ഷൻ്റെ കാര്യത്തിലും എല്ലാം നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ കണക്ട് ചെയ്യുക കേട്ടോ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു നമ്മുടെ 30 ഡേയ്സിൻ്റെ പ്രാക്ടീസ് നിങ്ങൾക്ക് തുടങ്ങാം. ഒന്നല്ലെങ്കിൽ റെക്കോർഡ് കേട്ടിട്ട് നിങ്ങൾക്ക് എഴുതി വെച്ചിട്ട് ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ എഴുതി വെക്കണമെങ്കിൽ അങ്ങനെ എഴുതി വെക്കാം കേട്ടോ. റെഡിയാണോ എല്ലാവരും? ഇതുവരെ എടുത്ത ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? കുറച്ച് സ്റ്റാർട്ടിങ്ങിൽ മിസ്സായി, എന്താണ് ഇതിന്റെ സംഭവം പറഞ്ഞതെന്ന് മനസ്സിലായില്ല. സമയം സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ കാര്യങ്ങൾ ബുഷ്ര വന്ന ശേഷം ഞാൻ റിപ്പീറ്റ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അതിന്റെ മുന്നേ വേറൊന്നും പറഞ്ഞിട്ടില്ല. ശരി. അപ്പൊ റെക്കോർഡ് ചെയ്യുന്ന കാര്യം എന്താണ് പറഞ്ഞത്? ഒരു മാസത്തെ അതായത് അത് റെക്കോർഡ് കേട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കാം. ഇപ്പൊ എടുക്കാൻ പോകുന്ന സെഷനിന് ഇതിന് മേലോട്ടുള്ളത് ഒരു 30 കാര്യങ്ങളാണ്. അത് നിങ്ങൾക്ക് റെക്കോർഡ് കേട്ടിട്ട് വേണമെങ്കിൽ എഴുതിയെടുക്കാം, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുക്കാം, മാത്രമേ ഉള്ളൂ. ഇനി അതല്ലെങ്കിൽ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അത് കുഞ്ഞു കാര്യങ്ങളാണ്, പക്ഷെ അത് നമ്മുടെ ലൈഫിലോട്ട് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തേക്കണം. അതായത് എന്താ പറയാ, കുറച്ചും കൂടെ നിങ്ങളുടെ ജീവിതത്തിനെ അങ്ങോട്ടേക്ക് ഇംപ്ലിമെന്റ് ചെയ്തേക്കണം. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡേ 1 സ്റ്റാർട്ട് ചെയ്യേണ്ടത് സന്തോഷത്തോടെ നമ്മുടെ ദിവസം തുടങ്ങുക എന്നുള്ളതാണ്. സന്തോഷത്തോടെ ദിവസം തുടങ്ങുക. നാളെ മുതൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ സന്തോഷത്തോടെ, ഇപ്പം നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ നീക്കുന്ന ആൾക്കാരായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആരെങ്കിലും അങ്ങനെ അല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് പറയാം, ഈ പ്രഭാതത്തിൽ യാതൊരു തകരാറും ഇല്ലാതെ എന്നെ ഉണരാൻ വേണ്ടിയിട്ട്
അള്ളാഹു സഹായിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം റബ്ബിനോടൊന്ന് ഹംദ് പറയാം. അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബാദമ അമാതന വൈലഹിൻ നുശൂർ. അതേപോലെ അല്ലാഹുമ്മ അസ്അലുക ഇൽമൻ നാഫിയൻ വറിസ്ഖൻ ത്വയ്യിബൻ വഅമലൻ മുതഖബ്ബല. അങ്ങനെ ദുആ ഒക്കെ ചെയ്ത് മനസ്സറിഞ്ഞിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ ആലോചിക്കണം. കാരണം ഇന്ന് രാത്രി നിങ്ങൾ ആ എഴുന്നേൽക്കുന്ന മൊമെന്റിൽ ഇന്നലെ രാത്രി കടന്നിട്ട് ആ മൊമെന്റിൽ എഴുന്നേൽക്കാൻ, അതായത് ഇനി ഒരിക്കലും എഴുന്നേൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അവിടെ തന്നെ കിടക്കുന്ന എത്രയോ ആളുകൾ അപ്പം ഉണ്ടാവും. അത് ഫീൽ ചെയ്തുകൊണ്ട് എണീക്കുക. കാരണം ഒരുപാട് ആളുകൾ ജീവൻ നഷ്ടപ്പെട്ടു. ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എത്രയോ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ മൊമെന്റിൽ നമ്മൾ ജീവനോടെ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിന് നമ്മൾ നന്ദി പറയുക റബ്ബിനോട്. ആ ഒരു ഫ്രഷ് മൈൻഡിൽ അൽഹംദുലില്ലാ ഞാൻ ഐ ആം അലൈവ്, അത് മതി, ഞാൻ ജീവനോടെ ഉണ്ട്, എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ ബാക്കിയുണ്ട്, ഞാൻ ജീവനോടെ ഉണ്ട്. ആ ഒരു ഹാപ്പിനെസ് ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ജീവിക്കുക. ഒരു സെക്കൻഡ്. ഓക്കെ, അതാണ് ആദ്യത്തെ കാര്യം, സന്തോഷത്തോടെ നമ്മുടെ ദിവസം തുടങ്ങുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം വ്യായാമത്തിലോട്ട് നടക്കുക. അതായത് നമുക്ക് ഒരു എക്സസൈസ് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പം നിങ്ങൾ ഒരു ജസ്റ്റ് ഇങ്ങനെ മോർണിംഗ് തന്നെ എക്സസൈസ് ചെയ്യുക. ചിലപ്പോൾ ചിലവർ ഈവനിങ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ രാവിലെ എക്സസൈസ് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു മോർണിംഗ് വാക്ക് എടുത്തു കഴിഞ്ഞാൽ, ഇനി അതല്ലെങ്കിൽ 1-2 പ്ലാങ്ക്സ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വാമപ്പ് മാത്രം ചെയ്തിട്ട് എടുത്താൽ പോലും രാവിലെ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഓസമാണ്. അത് ചെയ്ത് നോക്കുന്ന ആൾക്കാർക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. ഒരു ഫുൾ ഡേ നമ്മൾ ഓണായിട്ട് ഇരിക്കാനായിട്ട് നമുക്ക് ആ ഒരു വർക്കൗട്ട് സെഷൻ കൊണ്ട് പറ്റും എന്നുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ കുറച്ച് സമയം മുന്നേ ആയിട്ട് വർക്കൗട്ട് ചെയ്യുക കേട്ടോ. കാരണം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ സമയത്തേക്ക് നമുക്ക് വെള്ളം കുടിക്കാതെ ഒന്നും ഇരിക്കാൻ പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. പെട്ടെന്ന് ഡീഹൈഡ്രേറ്റഡ് ആയ പോലെയൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ ഒരു 1/2 hour മുന്നേക്കായിട്ട് ഒന്ന് വർക്കൗട്ട് ചെയ്യുക. എന്നിട്ട് ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും വെള്ളം കുടിക്കാം. ഓക്കെ, അങ്ങനെ ഹെൽത്ത് ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? ഡ്രൈ ഫാസ്റ്റ് ഒക്കെ എടുക്കുന്ന ആരെങ്കിലും? ഇല്ല. അതിനെക്കുറിച്ച് അറിയണോ നിങ്ങൾക്ക്? ഇപ്പം ഞാൻ പറയണോ? ഇപ്പൊ പറയണ പിന്നെ പറയാ. ഓക്കെ ഓക്കെ, മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ റിലേഷൻഷിപ്പിന് വില കൊടുക്കുക എന്നുള്ളതാണ്. ബന്ധങ്ങൾക്ക് വില കൊടുക്കുക. അത് ആരുമായിട്ടുള്ള ബന്ധങ്ങളായിക്കോട്ടെ, നിങ്ങളെ മുഷിപ്പിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ സ്നേഹത്തിലായിക്കോട്ടെ, നിങ്ങളുടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരു സെഷൻ ആൾക്കാരുണ്ടാവും, പ്രയോറിറ്റൈസ് ചെയ്യാത്ത കുറച്ച് ആൾക്കാരും ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾ ഡേ ടു ഡേ കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ആളുകൾ, അയാൾ നിങ്ങളെ വെറുപ്പിക്കുന്ന ആളാണെങ്കിലും, നിങ്ങൾക്ക് ഒരുപാട് സ്നേഹമുള്ള ആളാണെങ്കിലും, നിങ്ങൾ ഡെയിലി അയാളുടെ കൂടെയാണ് ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ അയാൾക്ക് നിങ്ങൾ വില കൊടുക്കുക, അയാളെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുക, അയാളെ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക. അയാളുടെ ക്യാരക്ടർ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ആലോചിക്കുകയേ വേണ്ട. നിങ്ങളുടെ ഉള്ളിൽ അയാളെക്കുറിച്ച് ഒരു ഗുഡ് ഇമേജ്, ഗുഡ് പിക്ചർ ഉണ്ടാക്കുക, അയാളെ നോക്കി സ്മൈൽ ചെയ്യുക. ആ ഒരു രീതിയിൽ നമ്മുടെ ബന്ധങ്ങളെ നമ്മൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. പിന്നെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ, നാലാമത്തെ കാര്യമാണ് മനസ്സ് തുറന്ന് സംസാരിക്കാൻ വേണ്ടി ഒരാളെങ്കിലും നിങ്ങളുടെ ലൈഫിൽ കണ്ടെത്തുക. അതായത് നമുക്ക് പണ്ടുണ്ടായിട്ടുള്ള സുഹൃത്തുക്കളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ആളായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനൊക്കെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രേഞ്ച് ആയിട്ട് കിട്ടുന്ന, അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ നിന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടൊക്കെ കിട്ടുന്ന സുഹൃത്തുക്കളാണെങ്കിൽ നിങ്ങളെ നേരിട്ടിട്ട് അറിയാത്ത സുഹൃത്തുക്കളായിരിക്കും അല്ലേ. അപ്പോൾ പലരും ഹനിയനെയൊക്കെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ കിട്ടുന്ന സുഹൃത്തുക്കൾ എന്ന് പറയുമ്പം നിങ്ങളെ നേരിട്ടിട്ട് അറിയാത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ എന്നെ വിളിച്ച് നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ജഡ്ജ് ചെയ്യൂല. നിങ്ങളുടെ പാസ്റ്റ് എനിക്കറിയില്ല, ഫ്യൂച്ചർ അറിയില്ല, നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ക്യാരക്ടർ അറിയില്ല. പക്ഷേ നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള അഡ്വൈസ് തരുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ഉയരത്തിലെത്തിയാലും അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങളുണ്ടെങ്കിലും അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ നിങ്ങൾ നന്നായിട്ട് കാണണമെന്ന് ഇൻഫാക്റ്റ് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അത്തരത്തിൽ നിങ്ങളുടെ ലൈഫിൽ കുറച്ച് ആൾക്കാരെ ഉണ്ടാക്കി വയ്ക്കുക, ആ ആളുകളുടെ ലിസ്റ്റ് എടുക്കുക, അങ്ങനെയുള്ള ആളുകളുമായിട്ട് മനസ്സ് തുറന്ന് നിങ്ങൾ വല്ലപ്പോഴുമെങ്കിലും സംസാരിക്കുക. പിന്നെ ഡേ 5 ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്, നമ്മൾക്ക് പഴയ കൂട്ടുകെട്ടുണ്ടാവുമല്ലോ, നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്ന ചൈൽഡ്ഹുഡിലൊക്കെയുള്ള ഏതെങ്കിലുമൊക്കെ ഒരു സുഹൃത്തിനെ കണ്ടെത്തുക, ആ സുഹൃത്തിനോട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, അന്ന് കാലത്ത് നിങ്ങൾ ചിലവഴിച്ചിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സ് ഒക്കെ ഷെയർ ചെയ്യാം. എടി നമ്മളന്ന് പണ്ട് മരത്തിൽ കയറിയപ്പോലെ നിന്നെ പുളിറുമ്പ് പിടിച്ചിട്ടുണ്ടായില്ലേ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവില്ലേ, അതൊക്കെ എന്താ പറയുക നമ്മുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക, ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ എടുത്തിടുക.
പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഒട്ടും മടിക്കാതെ തന്നെ മറ്റുള്ളവർക്ക് സഹായിക്കുക. അതായത് നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു എനർജി ആയിക്കോട്ടെ, സാറ്റിസ്ഫാക്ഷൻ ആയിക്കോട്ടെ, അത് അമേസിങ് ആണ്. നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്താലും കിട്ടാത്ത അത്ര സന്തോഷം നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ കിട്ടും. അത് സാമ്പത്തികമായിട്ട് മാത്രമല്ല കേട്ടോ. സാമ്പത്തികമായിട്ട് നമ്മൾ കുറച്ച് വീക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാൾക്ക് റോഡ് ക്രോസ് ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് ഏതെങ്കിലും ഒരു കുട്ടികൾ ചുമ്മാ കളിക്കുന്നുണ്ടെങ്കിൽ ആ പിള്ളേരെ വിളിച്ച് കുറച്ച് കഴിക്കാൻ കൊടുക്കാം. ഇതൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു എന്താ പറയുക ഹെൽപ്പാണ്. അപ്പോൾ ആ ഒരു ഹെൽപ്പ് കൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. നമ്മുടെ മൈൻഡ് സൂപ്പറായിട്ട് നിൽക്കും. പിന്നെ വേറൊരു കാര്യം നമ്മൾ ശീലിക്കേണ്ടതാണ് മൈൻഡ്ഫുള്ളായിട്ടിരിക്കുക. മൈൻഡ്ഫുള്ളായിട്ടിരിക്കുന്നതിനെ കുറിച്ചൊരു ക്ലാസ് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ റെഡിയാണ്. പുതിയതായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മൈൻഡ്ഫുള്ളായിട്ട് എടുക്കാനുള്ളതിൻ്റെ ക്ലാസ്, ഇരിക്കുന്നതിനെ കുറിച്ച് ഞാനൊരു ക്ലാസ് തന്നെ എടുത്തിട്ടുണ്ട്. ആ ക്ലാസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. സെപ്പറേറ്റ് ഡിസ്കസ് ചെയ്തിട്ടുള്ള വളരെ വലിയൊരു വിഷയമാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂട്യൂബിലുണ്ടോ? നമ്മുടെ ഗ്രൂപ്പിന്റെ മേലെ ലിങ്ക് ഉണ്ട്. യൂട്യൂബിൽ തിരഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടില്ല, അൺലിസ്റ്റഡ് ആണ് വീഡിയോ. അതിന് ഗ്രൂപ്പിന്റെ മേലത്തെ ലിങ്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലേലിസ്റ്റിലോട്ട് പോകും കേട്ടോ. ഓക്കെ. മക്കൾക്ക് പിന്നെ നമ്മൾ എന്താ വെച്ചാൽ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കുക. നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് മീ ടൈം കണ്ടെത്തുക എന്നുള്ളത്. മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ പാർട്ട്ണർക്ക് വേണ്ടിയിട്ടൊക്കെ ജീവിച്ചു, ഇത്രയും കാലം ഞാൻ അവർക്ക് വേണ്ടി ജീവിച്ചു എന്ന് നമ്മൾ പറയുന്ന സമയത്ത് അവസാനം അവർ പറയും ഉമ്മാക്ക് വേണ്ടിയിട്ട് ജീവിക്കേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞോ എന്ന് ചോദിക്കും. നമ്മൾ അവർക്കൊക്കെ വേണ്ടി ജീവിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി മാറ്റി വയ്ക്കാൻ സമയമില്ലാത്തതുകൊണ്ടായിരിക്കും. നമുക്കൊരു ട്രിപ്പ് പോകാനായിക്കോട്ടെ, നമ്മൾക്ക് ആഗ്രഹിക്കുന്ന സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിംഗ് ആയിക്കോട്ടെ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ആമസോണിൽ എന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാതെ ചുറ്റുവട്ടത്തുള്ള തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിലൊക്കെ പോയി നമുക്ക് വേണ്ടുന്ന പേഴ്സണൽ തിങ്സൊക്കെ നമ്മളൊന്ന് പർച്ചേസ് ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും 1-2 സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഒരു കേക്കോ അല്ലെങ്കിൽ ഒരു ഡെസേർട്ടൊക്കെ നമ്മൾ കഴിച്ച് വീട്ടിലോട്ട് വന്ന് അതൊരു ഭയങ്കര നല്ല രസമുള്ളൊരു കാര്യമാണ്. പിന്നെ നമുക്ക് എന്താ പറയുക 2 രീതിയിൽ പോകട്ടോ. ഒന്ന് നമ്മൾ നമ്മുടെ കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കുട്ടികളെ കൂട്ടിയിട്ട് പോകാം. ഇനി അതല്ല തനിച്ച് പോകുന്ന ഒരു മീ ടൈം എനിക്ക് വേണം എന്നുള്ള രീതിയിലാണെങ്കിൽ അങ്ങനെ നോക്കാം. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് യാത്രകൾ അത് വണ്ടിയൊക്കെ എടുത്ത് ഡ്രൈവ് ചെയ്യാനൊക്കെ അറിയുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തൊട്ടടുത്തൊക്കെയുള്ള ഏതെങ്കിലും വഴിയിലോട്ട് ട്രാവൽ ചെയ്യാം. കുറച്ച് സമയം സേഫായിട്ട് തോന്നുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പബ്ലിക് പാർക്കിലോ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കുറച്ച് ടൈം പോയിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ആ ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു സാഹചര്യമൊക്കെ നമ്മുടെ ഓണാണ്. എൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടി ഞാൻ ചിലവഴിക്കുന്ന സമയമാണെന്നുള്ള ബോധത്തോടെ ഇരിക്കുക. ഈവൻ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നതൊക്കെ അതുപോലെ എക്സസൈസ് ചെയ്യുന്നതൊക്കെ എനിക്ക് വേണ്ടിയിട്ടാണെന്നുള്ളൊരു തിരിച്ചറിവോട് കൂടെ ഇരിക്കുക. പിന്നെന്താണ്, നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുക. നമ്മുടെ ഹസ്ബൻഡിനായിക്കോട്ടെ മക്കൾക്കായിക്കോട്ടെ ഒക്കെ വീക്ക്ലി വൺസ് എങ്കിലും, അല്ലെങ്കിൽ മക്കൾ എന്തെങ്കിലും അച്ചീവ് ചെയ്യുന്ന സമയത്ത് കോസ്റ്റ്ലി ആയിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കൽ നമ്മൾ വീട്ടമ്മമാരെ കൊണ്ട് പോസിബിൾ ആയിരിക്കില്ല. പക്ഷേ കുഞ്ഞു ഗിഫ്റ്റ് കൊടുക്കുക അല്ലേ. ഹസ്ബൻഡ് വരുന്ന സമയത്ത് ആൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ഡെസേർട്ട് ഉണ്ടാക്കി കൊടുക്കാം. അല്ലെങ്കിൽ മക്കൾക്കാണെന്നുണ്ടെങ്കിൽ അവർ എന്തെങ്കിലും ഒരു കുഞ്ഞ് സോപ്പ് ഉണ്ടാക്കി കൊടുക്കുക. ഒരു മെൽട്ടൺ പോർ സോപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ എല്ലാ ഉമ്മമാർക്കും പറ്റും ഇന്നത്തെ കാലത്ത്. പ്രത്യേകിച്ച് അത്ര വലിയൊരു ടാസ്ക് ഒന്നുമല്ല. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷേപ്പിൽ ഒരു സോപ്പ് ഉണ്ടാക്കി കൊടുക്കുക. നീ ഇത് അച്ചീവ് ചെയ്തതിനുള്ള ഗിഫ്റ്റാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അതാകുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ക്രയോൺസ് വാങ്ങിച്ചു കൊടുക്കാം. 10 രൂപയുടെ ചിലവേ ഉള്ളൂ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ മക്കൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഹസ്ബൻഡിന് ഒരു ഗിഫ്റ്റ് കൊടുക്കുക. സാധാരണ വെഡ്ഡിങ് ആനിവേഴ്സറി മുതൽക്ക് ഒട്ടുമിക്ക കാര്യങ്ങൾക്കും ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് കാണാറുണ്ട്. ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യത്തിൽ ഭയങ്കര അർക്കീസുകളാണ് അല്ലേ. അപ്പോൾ നമ്മളൊക്കെ കിട്ടണം കൈക്കോട്ടിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞ പോലെ അങ്ങനെ നിൽക്കാതെ കുറച്ചൊക്കെ നമ്മുടെ ഹസ്ബൻഡിന് പ്രയോറിറ്റൈസ് ചെയ്ത് ഗിഫ്റ്റ് കൊടുക്കുക. അത് ഹസ്ബൻഡിന് മാത്രമല്ല, നമ്മുടെ ഉമ്മമാർക്ക് കൊടുക്കാം, അതുപോലെ ഹസ്ബൻഡിൻ്റെ ഉമ്മമാർക്ക് കൊടുക്കാം, നാത്തുമാർക്ക് കൊടുക്കാം, അവരുടെ കുട്ടികൾക്ക് കൊടുക്കാം. ആർക്ക് വേണമെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്ന ആർക്ക് വേണമെങ്കിലും നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം. പിന്നെ വേറൊരു കാര്യം, നമ്മൾ കുഞ്ഞു കാര്യങ്ങൾക്ക് നന്ദി പറയാം. നമ്മളെപ്പോഴും അള്ളാഹിനോട് നന്ദി പറഞ്ഞ് നമ്മൾ ശീലിച്ചിട്ടുണ്ടല്ലേ. നമ്മളെല്ലാം ഇപ്പോഴും അൽഹംദുലില്ലാ എന്ന് പറയുന്ന ആൾക്കാരാണ്. ഓരോ കുഞ്ഞു കാര്യത്തിനും നമ്മുടെ മക്കൾ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തന്നാൽ അവരോട് നന്ദി പറയാം. നമ്മുടെ ഹസ്ബൻഡ് നമുക്ക് ഫുഡ് ഇപ്പോൾ കടയിൽ നിന്ന് പച്ചക്കറി വാങ്ങിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൽ പയറ് പരിപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട്, അത് വാങ്ങിയില്ല നിങ്ങളത് മറന്നു എന്ന് ചോദിക്കുന്നതിന് പകരം അത് ചോദിക്കുന്നതിനേക്കാളും മുന്നേ നമ്മൾ എന്ത് പറയുക, ഇക്കൊക്കെ ഇതൊക്കെ വാങ്ങിച്ചിട്ട് വന്നു അല്ലേ, താങ്ക് യു സോ മച്ച്, അല്ലെങ്കിൽ നന്ദിയുണ്ട് എന്ന് പറയാം. അവർ ചെയ്യുന്നത് സ്വതക്കയാണ്, അതിന് അവർക്ക് പ്രതിഫലം കിട്ടുന്നുണ്ട്. നമ്മൾ അവരോട് നന്ദി കാണിച്ചാൽ കുറച്ച് ആ നന്ദി കാണിക്കുന്നതിനുള്ള പ്രതിഫലമെങ്കിലും നമുക്കും കിട്ടും. അപ്പോൾ ആ ഒരു നന്ദി നമ്മൾ അവിടെ പ്രകടിപ്പിക്കുക. ഇത് നിങ്ങൾ വാങ്ങിച്ചു തന്നതിന് ഒരുപാട് താങ്ക്സ്. അതിനിപ്പോൾ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് ആൾ തന്നിട്ടുണ്ടെങ്കിൽ ആ ഗിഫ്റ്റ് നിങ്ങളുടെ കയ്യിൽ കിടക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ആളോട് പറയാം, ഈ ഗിഫ്റ്റ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടുന്നുണ്ട്, എനിക്ക് നിങ്ങളിത് വാങ്ങിച്ചു തന്നതിന് താങ്ക്സ്. അല്ലെങ്കിൽ ഇപ്പം ആൾ ചെറിയതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫുഡ് വാങ്ങിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അന്ന് വാങ്ങിച്ചു തന്ന കേക്ക് ഉണ്ടല്ലോ, ആ കേക്കിൻ്റെ ടേസ്റ്റ് എൻ്റെ വായിൽ ഇപ്പോഴും ഉണ്ട്,
ഉണ്ട്. എനിക്ക് ആ കേക്ക് വാങ്ങിച്ചു തന്നതിന് താങ്ക്സ്, അല്ലെങ്കിൽ ആ ഡ്രിങ്ക്സ് വാങ്ങിച്ചു തന്നതിന് താങ്ക്സ്, ആ ഐസ്ക്രീം വാങ്ങിച്ചു തന്നതിന് എന്തായിക്കോട്ടെ, ഓരോ കുഞ്ഞു കാര്യങ്ങൾക്ക് നന്ദി പറയാം. ഇനി നിങ്ങളുടെ അടുത്ത വീട്ടിലുള്ള ഒരാൾ നിങ്ങളെ നോക്കി ചിരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ആ ചിരി കൊണ്ട് നിങ്ങൾക്ക് ഒരു സന്തോഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ച് ചിരിക്കുന്നതിന് മുന്നേ മനസ്സറിഞ്ഞ് അയാളോടൊന്ന് മനസ്സുകൊണ്ടെങ്കിലും നന്ദി പറയാം. താങ്ക് യു എന്നെ നോക്കി ചിരിച്ചതിന്. അത് ആ ഒരു നന്ദിയോട് കൂടെ തിരിച്ച് അവരോട് ചിരിക്കുക. കടം കഴിക്കാൻ വേണ്ടി ചിരിക്കുന്നതിന് പകരം എപ്പോഴും ആളുകളോടും കൂടെ, മറ്റുള്ള വ്യക്തികളോടും കൂടെ നമ്മൾ എന്ത് ചെയ്യാം, നന്ദിയുള്ളവരായിരിക്കുക, നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് വേറൊരു കാര്യം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞാണ് അൺനോൺ ഫ്രണ്ട്സിനെ. പറഞ്ഞോളൂ. ഏത് ഡേ 1 ഓരോ ഡേ ആയിട്ട് അങ്ങനെ പറയാറ്, എന്നാല് എഴുതുന്നുണ്ട്. എഴുതുന്നുണ്ടോടാ? ഇപ്പൊ ഒരു 9 ഡേ ആയി. ഞാൻ ഇതെല്ലാം ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് ഓരോ ദിവസത്തേക്കുള്ള ഷോർട്ട് നോട്ട്, എന്താ പറയാ, ഹെഡിങ് മാത്രം പറഞ്ഞുതരാം. ഓക്കെ. അപ്പൊ നിനക്ക് എക്സ്പ്ലനേഷൻ തന്നെ അറിയാലോ. അങ്ങനെ മതിയോ? 10 അല്ല, ഞാൻ എഴുതിന്ന് ഇപ്പൊ അനക്ക് ഞാൻ ഡേ 10 എഴുതിയിരുന്നത്. 11 അല്ലേ? ഓക്കെ, ഡേ 11 ആണ് ഞാൻ പറയാൻ പോകുന്നത് ഇനി. അതെ. നിങ്ങൾ എഴുതി കഴിഞ്ഞു? 10 എഴുതിയാ? 10 10 എഴുതി. താങ്ക്സ്. എന്നാലും ഡേ എന്ന് പറഞ്ഞേ. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. 10 ഞാൻ ഓൾറെഡി പറഞ്ഞുതരാം. ആദ്യത്തേതെന്ന് പറഞ്ഞാല് സന്തോഷത്തോടെ ദിവസം തുടങ്ങാം. അല്ലല്ല, അങ്ങനല്ല പറഞ്ഞത്. ഇനി പറയുമ്പോ ഇനി അടുത്തത് എന്ന് പറയുന്നതിന് പകരം ഡേ 11 അങ്ങനെ പറഞ്ഞാൽ എഴുതുമ്പോ. ഡേ 11 എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതി വെച്ചത് ഞാൻ അങ്ങനെ എടുത്ത് പറഞ്ഞുതരാടാ പൊന്നു. അതുകൊണ്ടാണ് ഡേ 11 എന്ന് പറയുന്നത് നമുക്ക് പരിചയമില്ലാത്ത ആളുകളുമായിട്ട് പരിചയപ്പെടുക. ഇത് പറയുന്ന സമയത്ത് നമ്മൾ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയ അത്ര ഭയങ്കര ബാഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഒരിക്കലല്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ, ഇനിയിപ്പോൾ വലിയ ഫോളോവേഴ്സോ ബാക്കിയുള്ളതൊന്നും ഇല്ലാത്ത ആൾക്കാരായിരിക്കാം, പക്ഷേ നല്ല എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അയാളൊന്ന് പരിചയപ്പെടാം. ഒരു മുൻവിധികളും ഉണ്ടാവില്ല അയാൾക്ക് നിങ്ങളെ ഷെയർ ചെയ്യാൻ. ഇനിയിപ്പോൾ ഒന്നും ഉണ്ടാവില്ല, നല്ലൊരു കമന്റ് ഇട്ട ഒരു പെൺകുട്ടിയായിരിക്കും. അപ്പൊ ആ പെൺകുട്ടിയോട് നമ്മൾ ആണുങ്ങളോട് പോയി സംസാരിക്കുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഫ്യൂച്ചറിൽ വരുള്ളൂ അല്ലെ. ഒരു പെൺകുട്ടിയോട് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന പ്രശ്നമൊന്നും വരില്ല. അപ്പോൾ നല്ലൊരു പോസ്റ്റ് ഒരു പെൺകുട്ടി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയോട് പറയാം, നിങ്ങൾ ഇന്ന് ഇട്ടിട്ടുണ്ടായിരുന്ന പോസ്റ്റ് നല്ലതായിരുന്നു കേട്ടോ, ജസ്റ്റ് അത് മാത്രം പറഞ്ഞാൽ മതി. വല്ലപ്പോഴും അപ്പോൾ അവർ തിരിച്ച് ഓക്കെ താങ്ക് യു എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ അവരെ ഒബ്സർവ് ചെയ്യുക. അതായത് സ്ട്രേഞ്ച് ആയിട്ടുള്ള പുതിയ ആളുകളെ നമ്മൾ നിരീക്ഷിക്കുക. അതിനിപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകില്ലേ, ഷോപ്പിങ്ങിന് പോകുമ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് ഷോപ്പ് ചെയ്യുക? സാധാരണഗതിയിൽ ഇപ്പോൾ എൻ്റെ ഇത്താത്തമാർ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിലുള്ളവരൊക്കെ ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ അവർ ആ വള മാല ബാക്കിയുള്ളത് ഡ്രസ്സ് സാധനങ്ങൾ മാത്രം, ഇതെല്ലാം അത് ഇവർക്കിത് കാണിച്ചു കൊടുത്ത സെയിൽസ് ഗേളുടെ മുഖം പോലും ഇവർ ശരിക്കും ഓർത്ത് വെച്ചിട്ടുണ്ടാവില്ല. പക്ഷേ നമുക്ക് അതിലും കൂടെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മളൊരു ഷോപ്പിങ്ങിന് പോകുന്ന നമ്മൾ ഒരു സെയിൽസ് ഗേൾ നമുക്ക് എടുത്തു തരുന്നുണ്ടെങ്കിൽ നമ്മൾ പോകുമ്പോൾ തന്നെ ഭയങ്കര ജാടിയിട്ട് അത് കാണിക്കും ഇത് കാണിക്കും മറ്റത് കാണിക്കുന്നു പറയുന്നതിനേക്കാളും എടാ എനിക്ക് ഈ കളർ ഇഷ്ടമാണ്, ഈ കളർ കാണിച്ചു തരുമോ, മറ്റത് കാണിച്ചു തരുമോ ചോദിക്കുന്നതിന് കൂടെ മോളെ പേരെന്താ, ഫുഡ് കഴിച്ചോ, എവിടെ വീട് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ നമ്മളോട് റിയാക്ട് ചെയ്യുന്ന രീതി. ഇനിയിപ്പോൾ ഒരു സെയിൽസ് ഗേൾ ആണെന്നുണ്ടെങ്കിൽ ഒരു പരിചയവും ഇല്ലാത്ത നമ്മളതിനെ നോക്കി അവർ ചിരിച്ച് ഇത്താക്ക് ഇത് നന്നായിട്ട് ചേരും, ഇത് ഇതായില്ല, അവർ നമ്മുടെ അടുത്ത് പെരുമാറുന്ന രീതി, അതവർ പെരുമാറുമ്പോൾ നമുക്ക് അവരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് അവരുടെ അടുത്ത് കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ, ഇതൊക്കെ നമ്മൾ വാച്ച് ചെയ്ത് നമ്മൾ സംസാരിക്കുന്നുണ്ട് അവരോട്, നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട്, അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. പക്ഷേ ഇവരിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. ആ ഒരു തെളിഞ്ഞ് വരുന്നത് എന്തുകൊണ്ടാണ്? ആ ഒരു പോസിറ്റീവ് വൈബ്രേഷനിൽ നമ്മൾ ചില കടയിൽ കയറി കഴിഞ്ഞാൽ ആകെ ഒരു 4 ഡ്രസ്സേ കാണിച്ചു തന്നിട്ടുണ്ടാവുള്ളൂ. അതിൽ ഒരു 3ാമത്തെ ഡ്രസ്സ് അല്ലെങ്കിൽ 2ാമത്തെ ഡ്രസ്സ് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതായിട്ട് നമുക്ക് തന്നെ തോന്നുന്നുണ്ടാവും. കാരണം ആ പെൺകുട്ടി പറയുന്നുണ്ടാവും, ഇത്താ കണ്ടോ ഇതിലിവിടെ കാണിക്കുന്ന ഈ കുഞ്ഞു വർക്കുകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഹാൻഡ് വർക്കാണ്, ഇത് ബീഡ്സിൻ്റെതാണ് സംഭവം. നമുക്ക് ഇതൊക്കെ കാണിച്ചു തന്നിട്ട് ഇതൊന്നും കാണിച്ചു തന്നിട്ടില്ലെങ്കിലും നമുക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല, നമ്മൾ നോക്കിയിട്ടും കൂടെ ഉണ്ടാവില്ല. പക്ഷെ അതൊക്കെ ആ കുട്ടി എടുത്ത് പറഞ്ഞിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വരും. അല്ലെങ്കിൽ ഒരു 5-6 ഒരു വലിയൊരു റാക്കുന്ന ഓൾ തന്നെ ഒരു 3-4 എടുത്ത് തന്നിട്ട് ഇത് ട്രൈ നോക്കി 4 ട്രൈ ചെയ്ത് നോക്കി ഇത് നിങ്ങൾക്ക് സൂപ്പറായിരിക്കും എന്ന് പറയും. അത് നമ്മൾ പോയി ട്രൈ ചെയ്ത് നോക്കുമ്പം നമുക്കൊരു ആവറേജ് ആയിട്ട് തോന്നുന്നത് പോലും പുറത്തിറങ്ങുന്ന സമയത്ത് ഓൾഡ് ഒരു എക്സ്പ്രഷൻ ഉണ്ട്, വാവ് സൂപ്പറായിട്ടുണ്ട് കേട്ടാ എന്ന് പറയുമ്പോൾ നമ്മളതങ്ങോട്ട് എടുത്ത് പോവും. അപ്പം
നമ്മളൊന്നും മിണ്ടാതെ ഒരു ഷോപ്പിൽ പോയിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരുന്നതും അതല്ലാതെ അവരുടെ ഹെൽപ്പ് ചോദിച്ചുകൊണ്ട് നമ്മളൊരു സാധനം എടുക്കുന്നത് നമ്മളുടെ ഡിഫറൻസ് ആണത്. പ്രത്യേകിച്ച് നമ്മൾ ഈ ജ്വല്ലറിയിലൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ സെയിൽസ്മാൻ്റെ അടുത്തൊക്കെ നമ്മൾ പോയിട്ട് അവർ കുറച്ച് മോഡൽ കാണിച്ചു തരും. ആ മോഡൽ നമ്മൾ ഇഷ്ടപ്പെട്ടത് ഒരെണ്ണം എടുത്തിട്ട് തിരിച്ചു വരും. അതാണ് നമ്മൾ പതിവ് അല്ലേ. പക്ഷെ നമ്മൾ പോകുന്ന സമയത്ത് തന്നെ ചേട്ടാ ഞാൻ ഇങ്ങനത്തെ ഒരു മോഡലാണ് ആഗ്രഹിക്കുന്നത്, എനിക്കത് അതുപോലത്തെ കിട്ടുമോ, അല്ലെങ്കിൽ എൻ്റെ കൈ കുഞ്ഞതാണ്, ഇതിന് തന്നിട്ട് ഒരു ബ്രേസ്ലെറ്റ് എനിക്ക് എടുത്തു തരാൻ പറ്റുമോ, നിങ്ങൾ കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ടുള്ള മോഡൽ കാണിച്ചു തരുമോ, പെട്ടെന്ന് പൊട്ടാൻ പാടില്ല കേട്ടോ, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് എടുത്തു വെച്ച പൈസയും കൊണ്ട് വന്നിട്ടാണ് ഇത് വാങ്ങിക്കുന്നത്, അപ്പോൾ എനിക്ക് ലോങ് ലൈഫുള്ള തരത്തിൽ വേണം, എന്നാൽ കുറച്ചും കൂടെ മോഡലായിട്ട് വേണം. ഇങ്ങനെ ഓരോന്നും നമ്മൾ നമ്മുടെ ഡിമാൻഡ്സ് ആളോട് പറയുമ്പം ആൾ സ്വാഭാവികമായിട്ടും കുറേ കളക്ഷൻസ് എടുത്ത് കൊണ്ടുവന്ന് കാണിച്ചു തരുമല്ലേ. നമ്മൾ അവർ കാണിച്ചു തരുന്നതിനൊക്കെ നമ്മൾ ഒരു മോഡൽ കാണിച്ചു തരുമ്പോൾ താങ്ക് യു കേട്ടോ, ഇത് കാണിച്ചു തന്നതിന്, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഇതിനേക്കാളും കുറച്ചും കൂടെ ഇത് പൊട്ടാത്തത് വേറെ ഏതെങ്കിലും ഉണ്ടോ, താങ്ക് യു കേട്ടോ ഇത് ചെയ്തു തന്നതിന്. അങ്ങനെ നമ്മൾ പറയുന്തോറും അവർ കൂടുതൽ നമുക്ക് ഓപ്ഷൻസ് തന്നുകൊണ്ടേയിരിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും, നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്തിട്ട് വരാൻ പറ്റും. ഇത്തരത്തിൽ നമുക്ക് പുതിയ ആളുകളുമായിട്ട് ഡെയിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പിച്ചയ്ക്ക് വരുന്ന ഏതെങ്കിലും ഒരു ചേച്ചിമാരുടെ അടുത്ത് വരെ നമുക്ക് ഇരുത്തി സംസാരിക്കാം. നമുക്ക് അവർക്ക് നിങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണോ വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ സെയിൽസ് ഗേൾസിൽ പെൺപിള്ളേർ വരില്ല, ഓരോ ദിവസം പൊടിയൊക്കെ എടുത്തുകൊണ്ട് വരുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കലക്കിയിട്ട് മോളെ ഞാൻ ഇത്തിരി വെള്ളം തരട്ടെ, നീ അത് കുടിച്ചോ, സാധനം ഒന്നും വാങ്ങിയില്ലെങ്കിലും നീ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് പൊയ്ക്കോ, എവിടെ മോളുടെ വീട്, കുറച്ച് സമയത്തേക്ക് ഇവിടെ റെസ്റ്റ് എടുത്തോ എന്നൊക്കെ പറഞ്ഞു വരുമ്പം അവർ തന്നെ അവരുടെ അടുത്ത് ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് മാത്രമേ നമ്മുടെ അടുത്ത് കാണിക്കുള്ളൂ. അപ്പോൾ പ്രൊഡക്റ്റ് ഒന്നും നമ്മുടെ അടുത്ത് തലയിൽ വെച്ച് കെട്ടി തരില്ല. അതായത് എനിക്ക് അനുഭവം ഉണ്ട് കേട്ടോ, അത് വാങ്ങിക്കേണ്ട, അത് നന്നല്ല, ഇത് കുഴപ്പമില്ലാത്ത സാധനങ്ങൾ, എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എതിർത്തോളി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരാനും നമ്മുടെ എന്താ പറയുക, നമ്മളുടെ കുറച്ചും കൂടെ കാര്യങ്ങൾ, നമ്മുടെ സർക്കിൾ തന്നെ കുറേ കൂടെ വലുതാവാനും, നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെങ്കിൽ ഒരാളുടെ അടുത്ത് പോയി ചോദിക്കാനും, എന്തൊരു കാര്യത്തിനും. ഇപ്പം നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾ ഒരു ഗ്രാമിൻ്റെ സ്വർണ്ണം എടുക്കാൻ വേണ്ടി നിങ്ങളൊരു ഷോപ്പിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നാളെ പെട്ടെന്ന് ഒരു 10 പവൻ്റെ സ്വർണ്ണം എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആ ഷോപ്പിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു സെയിൽസ് ഗേളോ അല്ലെങ്കിൽ സെയിൽസ് വുമണോ ഉണ്ടെങ്കിൽ, ഒരു സെയിൽസ്മാനോ ഉണ്ടെങ്കിൽ അവർ നിങ്ങളതിനെ ഹെൽപ്പ് ചെയ്യും അല്ലേ. നമ്മൾ സ്ട്രേഞ്ച് ആയിട്ട് പോയിട്ട് ഇടപഴകുന്ന പോലെയാണോ? നമ്മളൊരു വൈഡ് സർക്കിൾ ഉണ്ടാക്കി വെക്കുന്നത് നമുക്ക് എന്തുകൊണ്ടും നല്ലതാണ്. പക്ഷേ എല്ലായ്പ്പോഴും ഓൾവേസ് കീപ്പ് എ ബൗണ്ടറി. നിങ്ങളൊരു സർക്കിൾ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ എല്ലാ സീക്രറ്റ്സും പോയി കൊട്ടിക്കൊടുത്ത് നാളെ അവർ നിങ്ങളതിനെ ത്രെട്ടൻ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും നിങ്ങളുടെ മനസ്സും വൈഡറാക്കാനും നിങ്ങൾക്ക് ആളുകളെ കൂടുതൽ അറിയാനും വേണ്ടിയിട്ടാണ്. ഓക്കെ, ആ ഒരു നിയത്ത് മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കുക. മനസ്സിലായല്ലോ അല്ലേ. ആൻഡ് ഡേ 12 എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷത്തിൻ്റെ ഓർമ്മകൾ നമുക്ക് അയവിറക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെപ്പോഴും നമുക്ക് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ച് വിഷമിക്കാറുണ്ട് അല്ലേ. പക്ഷേ സന്തോഷമുള്ള കാര്യങ്ങൾ ആലോചിക്കാൻ വേണ്ടി ഇന്നത്തെ ഒരു ദിവസം ഫുള്ള് ഞാൻ എൻ്റെ കഴിഞ്ഞ കാലത്തുണ്ടായ സന്തോഷങ്ങൾ മാത്രം ആലോചിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഞാൻ ചിലവഴിക്കുകയാണ്. ഓക്കെ, ആ ഒരു ഇതിലിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഡേ 12 മുതൽക്ക് ഡേ 13 നിങ്ങൾ ഇതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുള്ളൊരു കാര്യം വരുന്നുണ്ടെങ്കിൽ, ഇന്നലെ ഞാൻ എന്തോരം ഹാപ്പി ആയിരുന്നു, ഇന്നലെ ഞാൻ ആ സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രം ആലോചിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം കിട്ടി, അപ്പോൾ ഈ നെഗറ്റീവ് ഒന്നും ആലോചിക്കാണ്ട് സന്തോഷമുള്ളത് ഞാൻ ആലോചിക്കട്ടെ. അങ്ങനെ മനഃപൂർവ്വം നമ്മൾ എന്ത് ചെയ്യുന്നു, സന്തോഷമുള്ള കാര്യങ്ങളിലോട്ട് വരുന്നു. ആൻഡ് ഡേ 13 എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരാളായിട്ട് മാറുകയാണ്. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ മറ്റൊരാളായിട്ട് മാറുക? നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റാനായിട്ട് പറ്റാത്ത കുറേ എമോഷൻസ് നമ്മുടെ ഉള്ളിലുണ്ടെന്ന് വിചാരിച്ചോ. നമ്മുടെ മനസ്സിൽ നമുക്കിങ്ങനെ ഒട്ടും സഹിക്കാൻ പറ്റാത്ത സങ്കടങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെന്ന് കരുതിക്കോ. അത്തരത്തിലുള്ള സങ്കടങ്ങളിനെ നമ്മൾ വേറൊരാൾ, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞുതരാം കേട്ടോ. ഒരു ടീനേജർ, 2 പയ്യന്മാരാണെന്ന് വിചാരിച്ചോ, ഒരു അത്യാവശ്യം കുരുത്തക്കേടൊക്കെ ഉള്ളൊരു പയ്യന്മാരാണ്. ഇവന്മാർ സിഗരറ്റ് വലിക്കുന്നത് ആദ്യത്തെ ദിവസം വീട്ടിൽ പിടിച്ച്, 2ാമത്തെ ദിവസം ഇവൻ്റെ പ്രേമിച്ച പെണ്ണ് ഇവനെ തേച്ച്. ഓക്കെ, 3ാമത്തെ ദിവസം, അതായത് ഒരു ദിവസം കഴിഞ്ഞ് 2ാമത്തെ ദിവസം കഴിഞ്ഞ് 3ാമത്തെ ദിവസം ഇവൻ്റെ സ്കൂളിൽ നിന്ന് റിസൾട്ട് വന്ന് ഇവൻ പൊട്ടി. ഇവനിക്ക് ഇനി ഒരു ജോലിക്കോ ബാക്കിയുള്ളതിനൊന്നും കയറാൻ പറ്റാത്ത രീതിയിൽ, അവന് നല്ലൊരു ജോലിയോ കാര്യങ്ങളൊന്നും കിട്ടില്ല, ആ ഒരു രീതിയിൽ ഇവൻ്റെ എക്സാം പൊട്ടി. ഇവൻ്റെ ലൈഫ് മൊത്തത്തിൽ തേഞ്ഞ് നിൽക്കുന്നൊരവസ്ഥ. ഇതിൽ ഇവനിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഡിപ്രഷൻ അടിച്ച് പണ്ടാരടങ്ങിയിരിക്കുകയാണ്. പക്ഷെ ഇവൻ്റെ ഫ്രണ്ട് ഇവനെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ചിരിക്കുകയാണ്, കടകടയോ. നമ്മൾ ചില സിനിമകളിലൊക്കെ കാണാറില്ലേ, ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ്. എന്നിട്ട് ഇവൻ്റെ ഫ്രണ്ട് മറ്റേ ആളുകളോട് പറയാണ്, എനിക്കാണെങ്കിൽ ഇവനെ ആലോചിച്ചിട്ട് ചിരി വരികയാണ്, എന്നുവെച്ചാൽ സിഗരറ്റ് വലിച്ചതും പിടിച്ച്, പ്രേമിച്ച പെണ്ണും തേച്ച്, ആകെ മൊത്തം ഇവൻ്റെ ലൈഫ് തേഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ കടന്ന് ചിരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ സങ്കടപ്പെട്ടിരിക്കുന്ന ഫ്രണ്ടിൻ്റെ മുഖത്ത് ഒരു ചിരി വരും അല്ലേ. അതായത് ഇവൻ്റെ ഫെയിലിയർ അങ്ങോട്ട് ആഘോഷിക്കുകയാണ്. എന്നിട്ട് പറയാണ്,
അത് പോയത് പോട്ടലാ, നമുക്ക് ബാക്കിയുള്ള വേറൊരു രീതിയിൽ നമുക്ക് നോക്കാം. അപ്പം അത്രയും ദിവസം അത്രയും നേരം ഇവനെന്തോ ഒരു വലിയ നഷ്ടം ഇവന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു രീതിയിലാണ് ഇവൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഫ്രണ്ട് അതിനെ കാണുന്നത് ഭയങ്കര കോമഡി ആയിട്ടാണ് അല്ലേ. എന്തായാലും നിന്റെ ഇതുവരെയുള്ളതൊക്കെ പൊട്ടി, എന്നിട്ട് പറയാണ് അളിയാ നിന്റെ എല്ലാ ലൈഫ് മൊത്തത്തിൽ കിളി പറഞ്ഞ് നിൽക്കുകയാണല്ലോടാ, ഇനി നിനക്ക് ഇഷ്ടമുള്ളത് എന്തും ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടല്ലോ, നിന്നെക്കുറിച്ച് ആരും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, നിന്റെ ലൈഫാണടാ ലൈഫ്, നിനക്കിനി പ്രേമവും വേണ്ട, പെണ്ണിൻ്റെ പിന്നാലെ നടക്കണ്ട, സിഗരറ്റ് വലിച്ച് വീട്ടുകാർ പൊക്കിയതുകൊണ്ട് ഇനിയിപ്പോൾ സിഗരറ്റ് വലിക്കാൻ ആരും പേടിക്കുകയും വേണ്ട. അതായത് നെഗറ്റീവിനെ ഞാൻ സപ്പോർട്ട് ചെയ്യല കേട്ടോ, സിഗരറ്റ് വലിക്കുന്നത് ഡെഫിനറ്റ്ലി തെറ്റാണ്. പക്ഷെ ചെക്കന്മാർ അവരുടെ വൈബിലിരുന്ന് പറയുന്ന സമയത്ത് അങ്ങനെ ആയിരിക്കും പറയണ്ടാവും അല്ലേ. ഇനിയിപ്പോൾ എന്താ വീട്ടിലറിഞ്ഞ് ഇനിയിപ്പോൾ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിനക്ക് വേണമെങ്കിൽ നന്നാവാം. ഇത് പോസിറ്റീവായിട്ട് നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാം. ഇനി വേണമെങ്കിൽ നിനക്ക് ആ സിഗരറ്റ് വലിയ അങ്ങോട്ടെങ്കിൽ നിർത്തിയിട്ട് നന്നാവാം, എല്ലാവരുടെ മുമ്പിലും ജീവിച്ച് കാണിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ലൈഫിൽ ഒരു തവണയും കൂടെ ഫെയിലായാലും കുഴപ്പമില്ല, ഒരിക്കൽ തോറ്റോണ്ട് ഇനിയിപ്പോൾ ആരും നിൻ്റെ അടുത്ത് അങ്ങനെ വലിയതായിട്ടൊന്നും പ്രതീക്ഷിക്കാൻ പോകുന്നില്ല, നിനക്ക് നിൻ്റെ ലൈഫിനെ റീബിൽഡ് ചെയ്തെടുക്കാനുള്ള അവസരമുണ്ട്. എന്നിട്ട് ചിരിക്കുകയാണ്. മൊത്തത്തിൽ നിന്നെ ആലോചിക്കുമ്പോൾ എനിക്ക് ചിരിയും വരുന്നുണ്ട്, അസൂയാവുന്നുണ്ട് അളിയാ, ഇങ്ങനത്തെ ഒരു മൊമെൻ്റ് എനിക്ക് കിട്ടാൻ വേണ്ടി ഞാൻ കൊതിച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അയാൾ അങ്ങോട്ടേക്ക് സംസാരിച്ച. ഇവൻ നിങ്ങളുടെ മുമ്പിൽ ഒരാൾ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി വന്ന് നിൽക്കുന്ന സമയത്ത് നിങ്ങളതിനെ ഫണ്ണാക്കി എടുത്തിട്ട് അയ്യവാ എല്ലാം പോയില്ലേ, ഇനി നിനക്ക് ഒന്നേന്ന് തുടങ്ങാനുള്ള അവസരം ഉണ്ടല്ലോ, ഇവിടെ നമുക്കിത് മുഴുക്കനായിട്ടൊന്നും പൊട്ടുന്നുമില്ല എന്നാലൊട്ട് രക്ഷപ്പെടുന്നുമില്ല, അങ്ങനത്തെ അവസ്ഥയിലാണ് നിൽക്കണേന്നൊക്കെ പറയുമ്പോൾ അയാൾക്കൊരു ഭയങ്കര മോട്ടിവേഷനാണ് അല്ലേ ഉണ്ടാവുക. ഞാനാണെങ്കിൽ ഒന്ന് ഫെയിലായാൽ ഞാൻ ഫെയിലായെന്നെങ്കിലും പറയാമായിരുന്നു, നല്ല മാർക്കോടെ ജയിക്കുകയാണെങ്കിൽ ജയിച്ച് കിട്ടണ്ടേ. ഇത് രണ്ടും ഇല്ലാത്തൊരവസ്ഥ. എനിക്ക് പഠിക്കണമെന്ന് വെച്ചാൽ ജസ്റ്റ് പാസ്സാണ്, ഇനിയും ഏത് സ്കൂളിലും അഡ്മിഷനും കിട്ടുന്നില്ല എന്ന് പറയുന്ന അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് ജയിച്ചു എന്നാൽ അഡ്മിഷൻ കിട്ടിയില്ല എന്ന് പറയുന്ന അവസ്ഥയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കുന്ന സമയത്ത് ആ ഒരു രീതിയിൽ വേറൊരാൾ നമ്മുടെ ഫെയിലിയറെ ആഘോഷിക്കുന്ന രീതിയിൽ കാണുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അതേ രീതിയിൽ നമുക്ക് നമ്മുടെ കാണാൻ നമ്മൾ ശ്രമിക്കുക. അതാണ് മറ്റൊരാളായിട്ട് നമ്മൾ നമ്മുടെ ലൈഫിനെ കാണാന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു ഇൻസിഡൻറ്റ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാനും എൻ്റെ ഇത്താത്തയും ഒക്കെ പാടെ ഒരു തോട്ടിൽ കുളിക്കാൻ പോയി. മാമാടെ വീട്ടിലാണ്, തോട്ടിൽ കുളിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ ഇവർ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടാവുമല്ലോ, തോട് ഇങ്ങനെ വെള്ളം തടഞ്ഞ് നിർത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇവരെന്ത് ചെയ്തു വെച്ചാൽ ഈ വെള്ളം പെട്ടെന്നാണ് അവർ തടഞ്ഞു വെച്ച വെള്ളത്തിനെ പൊട്ടിച്ചു വിട്ടത്. അപ്പം ഞാനന്ന് ഭയങ്കര ഒരു നീർക്കോലി ആയത് കാരണം കൊണ്ട് ഈ പൊട്ടിച്ചു വിട്ട വെള്ളത്തിൻ്റെ കൂടെ ഞാൻ ഒഴുകിപ്പോയി. അപ്പുറത്ത് മറ്റേ ഇഷ്ടിക ചൂളയുള്ള ബംഗാളികളാണ് എന്നെ പിടിച്ചിട്ട് കയറ്റിയത്. ഞാൻ വെള്ളമൊക്കെ കുടിച്ച് പേടിച്ച് ഹലാക്കിൻ്റെതായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു താത്ത പറഞ്ഞാൽ അവൾ എന്നെ ശ്രദ്ധിക്കാത്ത കാരണം കൊണ്ട് ഞാൻ വെള്ളത്തിൽ പോയതിൻ്റെ പേരിൽ ടെൻഷൻ അടിച്ച് കടന്ന് കരയുമ്പോൾ രണ്ടാമത്തെ താത്ത എന്ന് പറഞ്ഞാൽ ഭയങ്കര ചിരിയാണ്. ഞാൻ ഈ വെള്ളത്തിൽ നിന്ന് എണീറ്റതിൻ്റെ ടെൻഷൻ എനിക്ക് മാറിയിട്ടില്ല, കാരണം മൂക്കിലും വായിലൊക്കെ വെള്ളം കയറി വെള്ളമൊക്കെ കുടിച്ച് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ മൂത്ത താത്ത നിന്ന് ചിരിക്കുകയാണ്. എന്താ വെച്ചാൽ ഞാൻ വീണതും ഒഴുകിപ്പോയത് ഇവളൊരു ഫണ്ണായിട്ടാണ് കണ്ടിരിക്കണേ. അവൾക്ക് അതിനുള്ള ബുദ്ധികളൊന്നുള്ളതാണ് ഒരു കാര്യം കേട്ടോ. ഇവള് നിന്ന് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയണേ ചെറുതൊരു പോക്ക് പോയത് ആ തമിഴന്മാർ ആ ഹിന്ദിക്കാരില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളിങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട് എന്നെ കുറിച്ച്. ഇവള് പറയുമ്പോൾ എനിക്ക് ചിരിയും വരുന്നുണ്ട്, എന്നാൽ മൂത്ത താത്താനെയും എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരുടെ മുഖത്തേക്ക് പേടി കാണുമ്പോൾ എനിക്ക് പേടിയാവുന്നുണ്ട്. കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്കെന്തോ ഒരു അപകടം പറ്റിയത്, എന്തൊക്കെയോ സംഭവിച്ചു. അത്ര പ്രായമുള്ളൂ, ഒരു 6-7 വയസ്സേ ഉള്ളൂ, എന്തൊക്കെയോ സംഭവിച്ചിട്ട് നിൽക്കുന്നൊരു നിപ്പേ ഉള്ളൂ. പക്ഷെ എൻ്റെ താത്ത നിന്ന് ചിരിക്കുന്നുണ്ട്. അവളുടെ ചിരിയായിരിക്കും ചിലപ്പോൾ അന്ന് ഞാൻ വലിയൊരു ട്രോമയിലോട്ട് പോവാതിരുന്നുണ്ടാവുക, കാരണം അത്രയും പേടി എനിക്ക് അന്നത്തെ സമയത്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേറൊരാളുടെ പേഴ്സ്പെക്റ്റീവിൽ നമ്മുടെ ലൈഫിനെ കാണാം. ക്ലിയർ ആയ മക്കളെ പറഞ്ഞത് എന്താണെന്നുള്ളത്? ഇതിൽ കൂടുതലൊരു എക്സാമ്പിൾ എനിക്ക് പറഞ്ഞുതരാനില്ല. ഇനി ഡേ 14 എന്ന് പറഞ്ഞാൽ നമ്മൾ എൻവയോൺമെൻറ്റിനെ നിരീക്ഷിക്കുക, നമ്മുടെ ചുറ്റൂടുള്ള കാര്യങ്ങളെ നമ്മൾ നിരീക്ഷിക്കുക. അത് കിളികളാവാം, ചെടികളാവാം. നമ്മൾ കുഞ്ഞു കുട്ടികളോട് പറയാറുണ്ടല്ലോ, ഒരു ചെടി വെച്ച് കഴിഞ്ഞാൽ അത് വളരുന്ന വിത്ത് ഇട്ടിട്ട് അത് ചെടിയാവുന്നതും ബാക്കിയുള്ളതൊക്കെ പോയി നോക്കിയിട്ട് വരാൻ പറയാറുണ്ടല്ലോ. ലാസ്റ്റ് പൂവും കായും വരുന്ന സമയത്ത് നമ്മുടെ മക്കൾക്ക് ഉണ്ടാകുന്നൊരു സന്തോഷം അതൊന്ന് വേറെ തന്നെ ആയിരിക്കും. അതേപോലെ നമ്മുടെ വീട്ടിലൊരു പെറ്റുണ്ടെങ്കിൽ ആ പെറ്റിൻ്റെ വളർച്ച കണ്ടു നോക്കുക, ഓരോ ദിവസവും അതിനെ വാച്ച് ചെയ്യുക. ഇനിയിപ്പോൾ കിളികളായിക്കോട്ടെ, വീട്ടിൽ വരുന്ന കാക്കകളായിക്കോട്ടെ, വീട്ടിൻ്റെ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ മുറ്റത്തൊരു വൃത്തിയുള്ള ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു പാറയുടെ മേലെയൊക്കെ കൊട്ടി കൊടുക്കുന്ന സമയത്ത് ദിവസേന വരുന്ന കിളികളെയൊക്കെ നമ്മൾ വാച്ച് ചെയ്യുക. അപ്പോൾ അതിനുണ്ടാവുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഗാർഡനിങ് ചെയ്തിട്ട് ആ ഗാർഡനിങ്ങിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളൊക്കെ നമ്മൾ പ്രകൃതിയെ വാച്ച് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഭയങ്കര വലിയ ചേഞ്ചസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും കേട്ടോ. കാരണം പ്രകൃതി ആണ് എല്ലാം എന്ന് നമുക്ക് തോന്നും. കാരണം നമ്മുടെ ലൈഫിൽ റബ്ബ് ഭയങ്കരമായിട്ട് അനുഗ്രഹിച്ചിട്ടുള്ളതാണ് നമ്മുടെ നേച്ചർ എന്ന് പറയുന്നത്. ആ ഒരു അള്ളാൻ്റെ സൃഷ്ടിപ്പ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഉറുമ്പിൽ നിന്ന് തുടങ്ങാം. ഉറുമ്പുകൾ വരി ഇടുന്നതും ആ വരി ബ്ലോക്ക് ചെയ്യാൻ നമുക്ക് ഒരു വട്ടം വരച്ചു കൊടുക്കുമ്പോൾ അതിനകത്ത് കിടന്നത് കറങ്ങുന്നതും, അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് ഓരോന്നിൻ്റെ അടുത്തുനിന്നും
ഓരോ കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ടാവും. അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഒക്കെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് പഠിച്ചോനെ എന്തോരം ഭംഗിയുള്ള ഭൂമിയാണ് അല്ലേ, ഇതിൽ ഒരു സാധനം മാത്രമല്ലേ ഞാൻ, എൻ്റെ പ്രശ്നം ഇത്രയും വലിയതാണോ എന്ന് നമുക്ക് തോന്നും. കാരണം എൻ്റെ യൂണിവേഴ്സിൽ ഞാൻ എന്താണ്, ഞാനൊന്നുമല്ല അല്ലേ, വലിയൊരു യൂണിവേഴ്സ്, അതിനകത്ത് എന്തൊക്കെയൊക്കെയോ ജീവിക്കുന്ന ഒരുപാട് മൃഗങ്ങളും ഇഴജന്തുക്കളും കൃമികളും ഒക്കെ ജീവിക്കുന്നു, ഞാനും ജീവിക്കുന്നു. എന്നിട്ട് എൻ്റെ പ്രശ്നം എനിക്ക് ഇത്രയും വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നത് എന്നുള്ളൊരവസ്ഥയിലോട്ട് നമ്മൾ സ്വാഭാവികമായിട്ട് എത്തും. ഇനി ബാക്കി 15 ദിവസം കൂടെ ഉണ്ട്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുത്തു തന്നാൽ മതിയോ? അതുമ്പോഴേക്കും നിങ്ങൾ ഈ 15 ദിവസത്തെ ഒന്ന് നിങ്ങളുടെ ലൈഫിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കി. ഓക്കെ. ഓക്കെ, ഇൻഷാല്ലാ. പിന്നെ എന്താടാ, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു. മെഡിറ്റേഷൻ ഉണ്ടാവുമല്ലോ അല്ലേ രാത്രി? ആ മെഡിറ്റേഷൻ ഉണ്ടാവും കേട്ടോ. ഇന്നലെ ഞാൻ മെഡിറ്റേഷൻ എടുത്തിട്ടില്ലല്ലോ. ലൈവ് ആവുന്ന സമയത്തേ കേറുന്നുള്ളൂ, അല്ലാതെ ചെയ്യാലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ മടി പിടിച്ചിട്ട് ഇരിക്കുന്ന ശീലം ഉണ്ടാവും അല്ലേ. ഞാൻ ഒരു കാര്യം കൂടെ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ കോഴ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ വെച്ചിട്ടായിരുന്നു. കാരണം ഡേ ടു ഡേ എക്സസൈസ് ഉണ്ടല്ലോ, അതും കൂടെ ഞാൻ ഒരു 30 ഡേയ്സിനോട്ട് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവരുടെ കയ്യിലും എക്യുപ്മെന്റ്സ് ഉണ്ടാവില്ല. അപ്പോൾ വെറും ഒരു ട്വിസ്റ്ററും ഒരു ട്രിമ്മറും മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എക്സസൈസ് നമുക്ക് ഒരുമിച്ച് ചെയ്യുന്ന രീതിയിൽ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്, ഇൻഷാല്ലാ. അപ്പോൾ ഞാൻ ഓൾറെഡി അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിന്റെ കോഴ്സ് ഒന്ന് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ ഇത്രയും കൂടെ നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. അപ്പോൾ ഒരു അടുത്ത മാസമൊക്കെ ആകുമ്പോഴേക്കും, കാരണം അതിനെക്കുറിച്ച് നമ്മൾ വെൽ അവെയർഡ് ആയിരിക്കണം. കാരണം മുട്ടുവേദനയുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ ഇടുപ്പ് വേദന, അങ്ങനെ ഓരോന്നിനും നമ്മൾ അത്യാവശ്യം നല്ലോണം അവെയർഡ് ആയ ശേഷം മാത്രമേ അത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് എങ്ങനെ അത് ചെയ്തോളൂ എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ, എന്നിട്ട് ഇൻഷാല്ലാ അതും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പം നമുക്ക് ഇന്ന് രാത്രി 9 മണിക്ക് ഇൻഷാല്ലാ മെഡിറ്റേഷൻ ഉണ്ടാവും. ക്ലാസ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ എക്സ്പീരിയൻസോ ഷെയർ ചെയ്യണമെങ്കിൽ ഇപ്പം ഷെയർ ചെയ്യാം. ഹനി, ഫാത്തിമ, റംഷി, ബുഷ്റ, ഫെബിന, നാദിയത്ത, ഹനി. നാദിയത്ത പകുതിക്കുന്ന കയറി വന്നു അല്ലേ? ഒന്നും പറയാനില്ല, ചോദിക്കാനില്ല. ഒന്നും ചോദിക്കാനും പറയാനില്ലേ? തെറ്റിരിക്കുകയാണോ? തെറ്റി, എനിക്ക് ഒന്നും പറയാനും ഇല്ല ചോദിക്കാനും ഇല്ല, മിണ്ടില്ല എന്നൊക്കെ. എഴുതി വെച്ചിട്ട് കൊണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഹനി നിനക്കുണ്ടാ? ഹനി കൊച്ചേ? ഇല്ല ഐഷ, എല്ലാം ക്ലിയർ ആയിരുന്നു. നല്ല അടിപൊളിയായിട്ട് ക്ലാസ് എടുത്തു, നന്നായിട്ട് മനസ്സിലായി. മാഷാഅല്ലാ. ഇൻഷാല്ലാ ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണം ലൈഫിൽ. വേറെ ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും എന്താ പറഞ്ഞു ബുഷ്റ? ഇല്ല, ചെയ്ത് തുടങ്ങട്ടെ, എന്നിട്ട് ഇതിന്റെ ഓരോ ഡെവലപ്മെന്റ് പറയാലോ. നമ്മളില്ലേ, നമ്മള് പറയില്ലേ, നമ്മൾ പഠിക്കുന്ന ഇൽമു ടു അമലാണ് കേട്ടോ. നമ്മൾ പഠിക്കുന്ന എന്തും അറിവും നമ്മുടെ ജീവിതത്തിലോട്ട് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതിന് പ്രിപ്പയർഡ് ആയിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. കാരണം നമ്മൾ കുറേ അറിവുണ്ടാക്കി ഉപകാരപ്പെടാത്ത അറിവ് നമുക്ക് എന്തിനാ? അപ്പൊ ഉപകാരപ്പെടുത്തുന്ന അറിവുകൾ കൊണ്ടാണ് എന്തെങ്കിലും ഒരു കാര്യമുള്ളൂ. അതുകൊണ്ട് നമുക്കും ഉപകാരം ഉണ്ടാവണം, നമ്മുടെ ചുറ്റോടുള്ളവർക്കും ഉപകാരം ഉണ്ടാവണം. അപ്പൊ അത്തരത്തിൽ വേണം നമ്മൾ എന്തൊരു കാര്യം പഠിക്കാനായിട്ട്. അതുകൊണ്ടാണ് ഒരുപാട് ക്ലാസ്സുകൾ ചപ്പ് ചവറ് പോലെ എടുക്കാതെ വളരെ കുറച്ച് ക്ലാസ്സുകൾ മാത്രം, അത് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ എടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇൻഷാല്ലാ എളുപ്പം തരട്ടെ. 14 പോയിന്റ് അല്ലേ പറഞ്ഞത്? 14 പോയിന്റ് നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇൻഷാല്ലാ നാളെ നമുക്ക്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദുആ ചെയ്യാം. ഓക്കെ.